അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയം, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന വിഷയങ്ങളുടെ അല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദ ഹിഡൻ ഫ്രീക്വൻസീസ് ഓഫ് ലൈഫ്, ട്യൂണിങ് യുവർ മൈൻഡ് ടു സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും നമ്മുടെ ഹിഡൻ ഫ്രീക്വൻസീസ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, നമ്മൾ ആത്മാവിൻ്റെ പ്രകാശം, നൂറ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ എനർജി, പോസിറ്റീവ് എനർജി എന്ന് വിളിക്കുന്നതിനെ നമ്മൾ തന്നെ അതിനെ മാനേജ് ചെയ്ത് കൂടുതൽ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിക്കുക എന്ന വിഷയത്തിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമായ ഉപാധികൾക്കും ഉപകരണങ്ങൾക്കും അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ നിങ്ങൾ കാണുന്ന, ഞാൻ ഉപയോഗിക്കുന്ന ഹീലി എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഇൻഡിവിജ്വലൈസ്ഡ് മൈക്രോ കറണ്ട് ഡിവൈസ് എന്നതാണ്. ഈ ഡിവൈസിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാമികമായ വിശ്വാസമുള്ള ഒരാളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതൊക്കെ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന എമോഷൻസിനെ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈകാരികമായ വിഷയങ്ങളുടെ, ആത്മീയമായ വിഷയങ്ങളുടെ പിന്നിൽ ഉണ്ടാകുന്ന ഇമ്പൾസസ് എന്താണ്, അതൊക്കെ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റും, അനലൈസ് ചെയ്യുവാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിയില്ല പെട്ടെന്ന്, എനിക്കറിയാം. കാരണം ഇത് വിഷയം മെറ്റാഫിസിക്സും അതിനപ്പുറത്തേക്കുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ആധുനികമായ മനുഷ്യന്മാരുടെ കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതിനെ ഒരു 2-3 വിഷയങ്ങളായി, 3 ടോപ്പിക്കുകളായിട്ട് ഇത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. 3 പാർട്ട്. അതിൽ പാർട്ട് 1, 2, 3. പാർട്ട് 1 ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാം. പാർട്ട് 2 and 3 മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതുകൊണ്ട് ദിസ് പ്രസൻറ്റേഷൻ ഹാസ് 3 പാർട്സ്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്താ? ദ ഹിഡൻ റിയാലിറ്റി ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന അറിയപ്പെടാത്ത രഹസ്യങ്ങൾ, അല്ല റിയാലിറ്റികൾ. അതെന്താ? അത് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. ആൻഡ് ദിസ് ഇസ് ദ മാട്രിക്സ് ഓഫ് ആൾ മാറ്റേഴ്സ്. ഇതാണ് എല്ലാ മാറ്റേഴ്സ്, വസ്തുക്കളുടെയും അടിയിലുണ്ടാകുന്ന നിഗൂഢത. എ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്. ഒരു വലിയ കർമ്മ പദ്ധതിയാണ്. അള്ളാഹുവിൻ്റെ വലിയ ഒരു കർമ്മ പദ്ധതി. ഞാൻ മുസ്ലിം ആയതുകൊണ്ട്, അള്ളാഹു വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഷയിൽ പറയും. അതല്ലാത്ത ആളുകൾ ഈ സ്പീച്ച് കേൾക്കുന്ന, മറ്റു മതസ്ഥരോ വിശ്വാസമുള്ളവരോ ഇല്ലാത്തവരൊക്കെ കേൾക്കുമ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ബീയിങ് എ മുസ്ലിം, ഞാൻ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദ ക്രിയേറ്റർ, സൃഷ്ടാവിൻ്റെ, ഗോഡ് എന്നൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് ദ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, വലിയൊരു കർമ്മ പദ്ധതി, അതിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചവും അതിൻ്റെ അടിയിലുണ്ടാകുന്ന രഹസ്യങ്ങളും. ഇതിനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താ? കൺസേണിങ് മാറ്റർ, പദാർത്ഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വി ഹാവ് ബീൻ ആൾ റോങ്. നമ്മളെല്ലാവരും തെറ്റിലായിരുന്നു, തെറ്റായ ധാരണയിലായിരുന്നു. വാട്ട് വി ഹാവ് കാൾഡ് മാറ്റർ ഈസ് എനർജി. നമ്മൾ ഈ പദാർത്ഥം എന്ന് വിളിക്കുന്ന, മാറ്റർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ദറ്റ്സ് നോട്ട് മാറ്റർ. അത് മാറ്റർ അല്ല, ഇറ്റ്സ് എൻ എനർജി. അത് എനർജിയാണ്. ഹൂസ് വൈബ്രേഷൻ ഹാസ് ബീൻ സോ ലോവേഡ്. അതിൻ്റെ വൈബ്രേഷൻസ്, ചലനം, അതിൻ്റെ പ്രകമ്പനം വളരെ കുറഞ്ഞതായി കാണപ്പെടുന്നു. എങ്ങനെ? അതിൻ്റെ പ്രകമ്പനം, ഈ മാറ്ററിൻ്റെ പ്രകമ്പനം, ഫ്രീക്വൻസി, വൈബ്രേഷൻ വളരെ കുറഞ്ഞതായി ഉള്ളത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നു. അത് കാണാൻ പറ്റാതാകുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ കൂടുതലാകുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റില്ല. അതാണ് അപ്പോൾ റിയാലിറ്റി, ദർ ഇസ് നോ മാറ്റർ. ശരിക്കൊരു പദാർത്ഥം ഇല്ല, അതിനടിയിലുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കുറേ എനർജികളാണ്. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ
നമ്മുടെ ആത്മാവും നമ്മുടെ മൈൻഡും, സ്പിരിറ്റ് ആൻഡ് കോൺഷ്യസ്നെസ്, അത് കോൺഷ്യസ്നെസ് അൺകോൺഷ്യസ് ഉണ്ട്, കോൺഷ്യസ് ഉണ്ട്. സോ സ്പിരിറ്റ് ആൻഡ് അൺകോൺഷ്യസ് ഇതെങ്ങനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തന മണ്ഡലവും എങ്ങനെയാണ് ഇതിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതാണ് അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ വിശദീകരിക്കുക. അത് മറ്റൊരു ക്ലിപ്പിലായിരിക്കും. മൂന്നാമത് ഈ മൈക്രോ കറണ്ട് എനർജി, ഞാൻ ഈ മേൽ പറഞ്ഞ ഈ ഡിവൈസ്, ഈ ഉപകരണം വഴി മൈക്രോ കറണ്ട് എനർജി അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ വൈബ്രേഷൻസ് റെഗുലേറ്റ് ചെയ്യുക വഴി മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആയ എല്ലാ ക്ഷേമങ്ങൾക്കും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് മൂന്നാമത്തെ ക്ലിപ്പിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഒരു സയൻറ്റിഫിക് ബേസ് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ഞാൻ വിശദീകരിക്കാം. അതിൽ ഫസ്റ്റില് ദ സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ഓഫ് വെൽനെസ്, ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫ്യൂച്ചറിലേക്ക് കാൽവെക്കാം. വേർ ക്വാണ്ടം ഫ്രീക്വൻസീസ് സപ്പോർട്ട് യുവർ നേച്ചുറൽ ഹീലിംഗ് പൊട്ടൻഷ്യൽ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ കറണ്ട്, മനുഷ്യന്മാരുടെ ശരീരത്തിനകത്ത് കറണ്ട് ഉണ്ട് എന്ന്, ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നുള്ളത് ഹിജറ 8-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ അൽ ഹസ്കലാനിയുടെ ഫത്ഹുൽ ബാരിയിലുണ്ട്. കാരബ എന്ന് വിളിക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, അപസ്മാരം വളകുന്നിടത്ത് കാരബ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫങ്ഷൻസിൻ്റെ ഡിസോർഡർ കൊണ്ടുണ്ടാകാം. അതുപോലെ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ പുറത്തുനിന്നുണ്ടാകുന്ന എനർജീസ്, ഇതിനെ ഇസ്ലാമികമായ ജിന്ന് എന്ന് പറയാം, മറ്റത് നെഗറ്റീവ് എനർജി എന്ന് പറയാം, ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകാം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയൊക്കെ 8-ാം നൂറ്റാണ്ടിൽ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ടാകുന്ന ക്വാണ്ടം ഫ്രീക്വൻസീസ്, ആ കറണ്ടുകളെയാണ് നമ്മൾ ക്വാണ്ടം ഫ്രീക്വൻസീസ് എന്ന് വിളിക്കുന്നത്. അത് അല്പം വിശദീകരിക്കേണ്ടതാണ്. അത് എങ്ങനെ നമുക്ക് നമ്മുടെ ആത്മീയവും മാനസികവും ശാരീരികവും സാമൂഹികവുമായ ക്ഷേമത്തിന് ഉപയോഗിക്കാം എന്നതാണ് വിഷയം. അതിൽ പാർട്ട് 1, ദ ഹിഡൻ റിയാലിറ്റി ഓഫ് യൂണിവേഴ്സ്, എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ, ദ മാട്രിക്സ് ഓഫ് ആൾ മാറ്റേഴ്സ്, എ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്. മനുഷ്യന്റെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഈ രഹസ്യം, ആ രഹസ്യം അതെങ്ങനെയാണ്, അതടങ്ങിയിട്ടുള്ള വലിയ ഒരു കർമ്മ പദ്ധതി, ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, അള്ളാഹുവിൻ്റെ വലിയൊരു മലക്കൂത്ത് സമാവാത്ത് വല്ലാർന്ന്, അള്ളാഹുവിൻ്റെ വലിയ ആ കിങ്ഡം, ആ കർമ്മ പദ്ധതിയിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ. ആർ ദീസ് ദ പ്രോബ്ലം ഇൻ യുവർ ലൈഫ്? ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്? ദീസ് ആർ ദ പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്? മരുന്ന്, സുഖമില്ല, പിന്നെ മാനസികമായിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും, ഇതുപോലുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ, അതുപോലെ ദേഷ്യം, അതുപോലെ ചിന്താപരമായ വിഷയങ്ങൾ, പിന്നെ കുളം തോണ്ടുന്നു, ദാറ്റ് മീൻസ് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ ജീവിത തടസ്സങ്ങൾ, പിന്നെ റിലേഷൻഷിപ്പ്, ഭാര്യാഭർത്താക്കന്മാരും അടുത്ത ബന്ധുക്കളും തമ്മിലുണ്ടാകുന്ന ഫൈറ്റ്, അതുപോലെ ഡൈവോഴ്സ്, പിന്നെ അഡിക്ഷൻസ്, അത് മദ്യത്തിനോ കാമത്തിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അതല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി പോലുള്ള ഇതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? യെസ്. എങ്കിൽ മനസ്സിലാക്കുക, പ്രോബ്ലം മീൻസ് ഇംബാലൻസസ് ആൻഡ് ഡിസ്ഓർഡേഴ്സ് ഇൻ ദ ലൈഫ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. പ്രോബ്ലം എന്ന് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ബാലൻസ് പോകുമ്പോൾ, ആൻഡ് ഡിസോർഡറുകൾ ഉണ്ടാകുമ്പോൾ, എന്തിൽ? ജീവിതത്തിൽ, ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങളും. അപ്പോൾ ജീവിതത്തിൽ ഈ ഡിസോർഡറുകൾ ഉണ്ടാകുമ്പോൾ, ഇംബാലൻസുകൾ ഉണ്ടാകുമ്പോൾ, അത് ഉള്ളിൽ നമ്മുടെ ആത്മാവിനകത്ത് ഉണ്ടാക്കുന്ന ഇംബാലൻസസ്, ഡിസോർഡറുകൾ, അതും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നൂറിൽ വരുന്ന മനുഷ്യന്റെ പ്രകാശത്തിൽ വരുന്ന പോസിറ്റീവ് എനർജിയിൽ വരുന്ന ഇംബാലൻസസ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായി പുലരുന്നത് എന്നർത്ഥം. ഓക്കെ. സോ പ്രോബ്ലം മീൻസ് ഇംബാലൻസ് ഇൻ ലൈഫ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ഇംബാലൻസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ ഇംബാലൻസ്. പ്രോബ്ലം ഇൻ ലൈഫ് ഓഫൺ അറൈസസ് വെൻ ദർ ഇസ് എ ഇംബാലൻസ് ഇൻ ബോഡി, മൈൻഡ് ആൻഡ് എമോഷൻ ആൻഡ് സ്പിരിച്വൽ കണക്ഷൻസ്. ഒരാളുടെ ആത്മീയമായ ബന്ധത്തിലും ശരീരത്തിലും മനസ്സിലും അവൻ്റെ വൈകാരികതയിലും ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ദ സൊല്യൂഷൻ, അതിനുള്ള പരിഹാരം, ബിഗിൻ വെൻ വി റിസ്റ്റോർ ബാലൻസ്, ഹാർമണി ബിറ്റ്വീൻ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തയിലും ലൈഫ് സ്റ്റൈലിലും ജീവിതത്തിൻ്റെ പർപ്പസിലും നമ്മുടെ സ്പിരിച്വാലിറ്റിയിലും എവിടൊക്കെയാണോ ഇംബാലൻസസ് ഉള്ളത് അവിടെ ബാലൻസ് റിസ്റ്റോർ ചെയ്യുമ്പോൾ, ബാലൻസ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ, അപ്പോഴാണ് അതിന് സൊല്യൂഷൻസ് ആകുന്നത്. സോ ബാലൻസ് ബ്രിങ്സ് ക്ലാരിറ്റി. ബാലൻസ് എന്ത് ചെയ്യും? അത് വ്യക്തത കൊണ്ടുവരും. ഇംബാലൻസസ് മാനിഫെസ്റ്റ് ആസ് കൺഫ്യൂഷൻ. ഇംബാലൻസസ് ഉണ്ടാകുന്ന സമയത്ത് ആകെ കൂടെ കൺഫ്യൂഷൻ ആകും, കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും. ഇതെല്ലാം പഴയ ആശയം തന്നെയാണ്, വളരെ പഴയ ആശയം. BC 370 ജീവിച്ചിരുന്ന ഹിപ്പോക്രാറ്റ്സ്,
ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രറ്റ്സ് അദ്ദേഹത്തിന്റെ വാക്ക്, ഇൽനെസ് ഡു നോട്ട് കം ഔട്ട് ഓഫ് എ ബ്ലൂ. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല രോഗം. ദേ ആർ ഡെവലപ്ഡ് ഫ്രം ദ സ്മോൾ ആൻഡ് ടൈനി സിൻ അഗെയിൻസ്റ്റ് നേച്ചർ. മനുഷ്യപ്രകൃതിക്കും മനുഷ്യപ്രകൃതിക്ക് പ്രത്യേകിച്ചും എതിരെ നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകൾ വഴിയാണ്. അങ്ങനെ ഇവൻ ഇനഫ് സിൻ ഹാസ് അക്യുമുലേറ്റഡ്, വേണ്ടുവോളം തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇൽനെസ് വിൽ സഡൻലി അപ്പിയർ, അപ്പോഴാണ് രോഗം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് പ്ലാറ്റോ പറഞ്ഞു ഇതേ അർത്ഥത്തിൽ. ദ ക്യൂർ ഓഫ് മെനി ഡിസീസസ് ആർ നോട്ട് ദ ഫിസിഷ്യൻസ്. രോഗം ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പല രോഗവും അറിയില്ല. ബിക്കോസ് ദേ ആർ ഇഗ്നറന്റ് ഓഫ് ദി ഹോൾ. മനുഷ്യന്റെ ശരീരം എന്നത് മാത്രമേ അവർ പരിശോധിക്കുന്നു. ഇല്ല, മനുഷ്യന്റെ ശരീരത്തിനപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സ്, അതിനപ്പുറത്തേക്ക് അവൻ്റെ ആത്മാവ്, അപ്പുറത്തേക്ക് അവൻ്റെ ആത്മാവിൻ്റെ പ്രകാശം. ഇങ്ങനെ ആ മനുഷ്യനെ പൂർണ്ണമായി ഹോളായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയൂ. ഫോർ ദ പാർട്ട് ക്യാൻ നെവർ ബി വെൽ അൺലെസ് ദ ഹോൾ ഇസ് വെൽ. മൊത്തം അവൻ്റെ ഒരു മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും, എല്ലാ ഡയമെൻഷൻസ്, ഉള്ളറകളും, എല്ലാ ആഴപ്പരപ്പുകളും നല്ലതാണെങ്കിൽ മാത്രമേ അവൻ്റെ ശരീരവും നന്നായി വരൂ. മനസ്സിലായില്ലേ? അതുപോലെ നോർമൻ കസിൻ, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ്റെ ഏകദേശം 10-50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ്റെ ചെയർപേഴ്സൺ, അതുപോലെ ഒഫീഷ്യൽസ് ആയിരുന്ന നോർമൻ കസിൻ, ദ ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല. ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ഈസ് വാട്ട് ഡൈസ് ഇൻസൈഡ് അസ് വാട്ട് വി ആർ ലിവിങ്. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ മരിക്കുന്നതെന്തോ അതാണ് ഏറ്റവും വലിയ മരണം. നമ്മൾ ജീവനോടെ ഇരിക്കുന്നു ശരീരം കൊണ്ട്, പക്ഷേ ആത്മചൈതന്യം, ദ ലൈഫ് ഫോഴ്സ്, പ്രകാശം, നൂർ, ദ ലൈറ്റ്, പോസിറ്റീവ് എനർജി, പ്രാണ, ജ്യോതി, അതുപോലെ ചി, കീ എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് സംസ്കാരങ്ങളിൽ നിന്ന് പല പേര് വിളിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ അൻവാറുൽ ഹയാത്ത്, ജീവൽ പ്രകാശം എന്ന് അതിനെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആത്മചൈതന്യം അത് നഷ്ടപ്പെടുമ്പോൾ ആണ് വാസ്തവത്തിൽ മരണം സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഇറ്റ് ഈസ് ഫാർ ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് പേഴ്സൺ ഹാസ് ദ ഡിസീസ്. അതുകൊണ്ട് തന്നെ ഹിപ്പോക്രറ്റ്സ് പറയുന്നത് ഒരു രോഗിക്ക് ഏതെല്ലാം രോഗമാണ് ഉള്ളത് എന്നതല്ല വിഷയം, ഏത് രോഗമായാലും അത് ഏത് തരം രോഗിക്കാണുള്ളത് എന്നതാണ് വിഷയം. അപ്പോൾ രോഗിയുടെ നേച്ചർ എന്ത്, അതിനനുസരിച്ചാണ് രോഗത്തിൻ്റെ ആഴപ്പരപ്പുകൾ ഉണ്ടാകുക. ഒരേ രോഗം തന്നെ ആവാം, പക്ഷെ പലർക്കും പല കോലത്തിൽ പല ആഴത്തിൽ ഏൽക്കുന്നത് എന്തുകൊണ്ട് ആ വ്യക്തിയുടെ ശക്തിക്ക് അനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ നിലനിൽപ്പ് എന്നർത്ഥം. ഇതേ ആശയം വിശദമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അമ്രാദുൽ ഖുലൂബ് വശിഫാഹു എന്ന പുസ്തകത്തിൽ, ഹൃദയത്തിന്റെ രോഗങ്ങളും അതിന്റെ പ്രതിവിധികളും എന്ന പുസ്തകത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നീതി അതാണ് ബാലൻസ്, ഫെയർനെസ്. അനീതി അതാണെന്ത്? ഇംബാലൻസ്, ദുൽമ്. സോ അതില് എന്നത് നീതി, അതാണ് ബാലൻസ്. അനീതി അതെന്താണ്? ദുൽമ്. സോ അനീതിയെ നീതിയാക്കുക, ഇഅ്തിദാൽ നീതിയാക്കുക, അതാണ് ട്രീറ്റ്മെന്റ്, ബാലൻസിങ് പ്രോസസ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ. മാഷാ അല്ലാഹ്, നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെ അവലംബിച്ച് അദ്ദേഹത്തിന്റെ പഠനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒപ്പമുള്ള ഇടത്തും വലത്തും കാണുന്ന മറ്റു മോഡാലിറ്റീസും ശാസ്ത്രവും സൈക്കോളജിയും, ഇസ്ലാമിക് സൈക്കോളജിയും, പാരാസൈക്കോളജിയും, മോഡേൺ കോൺസെപ്റ്റുകളെല്ലാം ഇബ്നു തൈമിയയുടെ അഖീദയെ മുറുകെ പിടിച്ചുകൊണ്ട് പഠിച്ചപ്പോൾ വഴിതെറ്റാതെ മേലോട്ട് പോകാൻ പറ്റുന്നു. അൽഹംദുലില്ലാ, ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഇത്തരം അഡ്വാൻസ്ഡ് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പഠനത്തിലാണ് ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ളത്, ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് അവിടെ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം നോക്കി കാണാൻ പറ്റും. അതാണ് ആ പണ്ഡിതന്റെ മഹാത്മ്യം. അതുകൊണ്ട് ഈ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാലൻസിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് ബുക്കുകളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, ബൗണ്ടറി വയലേഷൻ ഇസ് ദ കോസസ് ഓഫ് ആൾ പ്രോബ്ലംസ്, ദാറ്റ്സ് എ ഡിസോർഡർ ആൻഡ് പ്രൊഫറ്റിക് മെസ്സേജ്. പ്രവാചകന്റെ ഹദീസിൽ പറയുന്നത് എന്താണെന്നറിയോ? ഓരോ ആട്ടിടേനും ഒരു ബൗണ്ടറി, അവൻ്റേതായിട്ടുള്ള ചില മേച്ചിൽ സ്ഥലങ്ങളുണ്ടാവും. ഓരോ ആട്ടിടേനും അവൻ്റെ ആടുകളെ മേൽക്കുവാനുള്ള ബൗണ്ടറി ഉണ്ടാവും, മേച്ചിൽ സ്ഥലം. അതിൻ്റെ നടുവിലായിരിക്കണം അവൻ മേൽക്കുന്നത്. അതിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി മേയിച്ചു കഴിഞ്ഞാൽ ആടുകൾ അപ്പുറത്തുള്ളവൻ്റെ അതിര് കവിയാം. അതുകൊണ്ട് സൂക്ഷിക്കണം.
പറയുന്നത് അൽ ഹലാൽ ബയ്യൻ വൽ ഹറാം ബയ്യൻ, ഹലാലും ഹറാമുകളും വ്യക്തമാണ്, ബൈനഹുമ മുസ്തബിഹാത്ത്, അതിനിടയിലുള്ളത് സംശയം ഉണ്ടാക്കുന്നതാണ്. ആരാണ് സംശയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? അവൻ അവൻ്റെ ദീനിനെയും അവൻ്റെ വ്യക്തിത്വത്തെയും, ഹോണർ, ബഹുമതി, ഇമേജ്, ഹുർമത്ത്, അവൻ അവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ ദീനിനെയും സൂക്ഷിച്ചു. ആരാണ് അവൻ്റെ സംശയമുള്ളതിൽ നിന്ന് വിട്ടു നിൽക്കാത്തത്? അവനെന്ത് ചെയ്യും? അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ദീനും ഒരു പക്ഷേ അപകടത്തിൽപ്പെടാം. അങ്ങനെ എല്ലാവർക്കും അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പ്രവാചകൻ പറയുന്നു, ഓരോ രാജാവിനും ആ രാജാവിൻ്റെ അതിർത്തിയുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ അതിർത്തി നമുക്ക് വെച്ച അൽ ഹറാം, ഹറാം എന്ന് പറഞ്ഞ് നമുക്ക് വെച്ച അതിർത്തി ഉണ്ടല്ലോ, അതാണ് ശരിക്കും ആ അതിർത്തി. അത് ലംഘിക്കാൻ പാടില്ല. ആ ഹദീസിൽ പിന്നെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ അവൻ്റെ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിനെ ഹദീസിൻ്റെ അവസാന ഭാഗം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പല ആളുകളിൽ നിന്നും. പക്ഷേ ഈ ഹദീസിൻ്റെ പൂർണ്ണമായി ആക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ, എന്ത് പ്രോബ്ലത്തിൻ്റെയും പ്രത്യേകിച്ച് രോഗങ്ങൾ, ശരീര രോഗങ്ങൾ എവിടുന്ന് വരുന്നതാ? ക്രോണിക്കായി ഉണ്ടാകുന്നത്, അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന, ഇപ്പോൾ പോയിസൺ കൊണ്ടു അല്ലെങ്കിൽ അപകടം പറ്റി, അതല്ലെങ്കിൽ എന്താ പറയുക, ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയത് കൊണ്ട്, ഇതുപോലുള്ള സംഗതികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ക്രമേണ ഉണ്ടാകുന്ന രോഗങ്ങൾ, ക്രോണിക് ഡിസീസുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിലുണ്ടാകുന്ന ചിന്തയും വികാര വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അത് ജീവിതത്തിൽ ജീവിച്ചു പോകുമ്പോൾ ജീവിതത്തിലെ പല സന്ദർഭത്തിലും സാഹചര്യത്തിലും വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട്, അതെന്തുകൊണ്ടാണ്? ശരിയായൊരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ട്. വ്യക്തിത്വം വീക്കാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വീക്കാവും. വ്യക്തിത്വം സ്ട്രോങ് ആണെങ്കിൽ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വ്യക്തവും ശക്തവുമാവും. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ കുറവാണ് വാസ്തവത്തിൽ, അവൻ്റെ മതപരമായ കുറേ ആചാരങ്ങളല്ല, വ്യക്തിത്വം അത് ശരിയല്ലാത്തത് കൊണ്ട് അവന് ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെ വിശ്വാസ വികാരങ്ങളിൽ വൈകല്യങ്ങൾ വരും. അത് പിന്നെ മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളുമായിട്ട് പ്രതിഫലിക്കും. ഇതാണ് ഹദീസിലുള്ളത്, ഇതാണ് എല്ലാ മോഡാലിറ്റീസിലും ഉള്ളത്. അതുകൊണ്ട് ഈ ഫിസിക്സിൽ നിന്ന് നമ്മൾ മെറ്റാഫിസിക്സിലേക്ക് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫിസിക്സ്, മോഡേൺ ഫിസിക്സ് നിങ്ങൾക്കറിയാം എന്താണ്? പദാർത്ഥത്തെക്കുറിച്ചുള്ള പഠനം, ടൈമിനെ കുറിച്ച്, സ്പേസിനെ കുറിച്ച്, പദാർത്ഥ ലോകത്തെക്കുറിച്ച്, ഒബ്സർവബിൾ ഫിസിക്സിനെ കുറിച്ച്, മനുഷ്യന്മാർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ടെസ്റ്റബിൾ, ഒബ്സർവബിൾ, ഐഡന്റിഫയബിൾ, ആ ഒരു മേഖ, അതാണ് നമ്മുടെ പ്രപഞ്ചം, ആകാശവും ഭൂമിയും അതിനകത്തും പുറത്തുള്ളതെല്ലാം. അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാറ്റർ, ഒരു ചെറിയൊരു വസ്തു എടുക്കുക, ആ വസ്തുവിനെ വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് വന്ന് അറ്റ് ലാസ്റ്റ് നമ്മളെവിടെ എത്തും? മാറ്ററിനെ ഡിവൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്റ്റലിലെത്തും. കുറേ ക്രിസ്റ്റലുകളാണ്. ക്രിസ്റ്റലുകൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് പോയാൽ പിന്നെ ആറ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് പോയാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോണും ന്യൂട്രോണും പിന്നെ അതിനെ കറങ്ങുന്ന ഇലക്ട്രോണും. അങ്ങനെ ന്യൂക്ലിയസിൽ നിന്ന് ഈ 3 എണ്ണം കാണും. അതിനെ വീണ്ടും പോയാൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ വീണ്ടും പോയി കഴിഞ്ഞാൽ ക്വാക്സ് എന്ന് കാണും. ആ ക്വാക്സ് എന്നതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ പറയാം. അത് പോയി കഴിഞ്ഞാൽ സബ് ക്വാക്സ് എത്തും അതിനുള്ളിലേക്ക്. പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അടിയിലേക്ക് പോകുന്നു ബൈസോണും, ഇങ്ങനെ ഒരുപാടായിട്ട് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന പ്രോട്ടോണും ന്യൂട്രോണും, ഈ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ ഉണ്ടാകും. അതിനെ ചുറ്റുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് വളരെ സ്പീഡിലാണ് ചുറ്റുന്നത്. ആ സ്പീഡ് അത് ഒരു കൃത്യപാതയിലല്ല, ഇപ്പം ഒരു പ്രത്യേക പാതയില്ല, അത് പല രീതിയിലും ഒരുപാട് ഇലക്ട്രോൺസുകൾ പല പാതയിലും ഇങ്ങനെ ഭയങ്കര സ്പീഡിലായിട്ട് ചുറ്റുന്ന ആ ചുറ്റുന്ന അതിന് താഴേക്കുള്ള പഠനത്തെയാണ് വാസ്തവത്തിൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റാസൈക്കോളജി, മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ വസ്തുക്കളെക്കുറിച്ച്, സ്പീഡ് കുറഞ്ഞ പ്രതിഭാസങ്ങളും വലിയ വസ്തുക്കളെക്കുറിച്ചും ഉള്ള പഠനം, സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് മേലോട്ടുള്ള, അതാണ് വലിയ വസ്തുക്കൾ. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ക്വാക്സും സബ് ക്വാക്സും, അതിൻ്റെ മേലോട്ടുണ്ടാകുന്ന പഠനം, കുറഞ്ഞ സമയത്തെക്കുറിച്ചും കുറഞ്ഞ സമയ പ്രതിഭാസത്തെക്കുറിച്ചും മേലോട്ടുണ്ടാകുന്ന പഠനത്തെയാണ് ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്പീഡ് കൂടിയ പ്രതിഭാസത്തെക്കുറിച്ചും ചെറിയ പ്രതിഭാസത്തെക്കുറിച്ചും അടിയിലേക്ക് പഠിക്കുന്നതിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടിയിലേക്കാണ് പോകുന്നത്, ആണ് നമ്മൾ ആവശ്യം. അതുകൊണ്ട് ഇത് രണ്ടും തിരിച്ചറിയുന്ന രീതി ഇതെവിടെയാണ്? അതിൻ്റെ ബോർഡർ ലൈൻ എന്താ?
അതിൻ്റെ ബോർഡർ ലൈൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഫിസിക്സ് ഡീൽസ് വിത്ത് ഒബ്സർവബിൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, മെഷറബിൾ, തിട്ടപ്പെടുത്താൻ പറ്റുന്ന, ആൻഡ് ടെസ്റ്റബിൾ, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രതിഭാസങ്ങളെയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതിന് പറ്റാത്തത് ആണ് മെറ്റാഫിസിക്സ്. ഇറ്റ് ഗോസ് ബിയോണ്ട് മെഷറബിൾ. നമുക്ക് അളക്കാനോ തൂക്കാനോ പിന്നെ ഒബ്സർവ് ചെയ്യാനോ കഴിയാത്തതിൻ്റെ പിന്നിൽ നമ്മൾ പോയി ഓരോന്നും മനസ്സിലാക്കിയെടുത്ത് അത് പല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്ന രീതിയാണ് മെറ്റാഫിസിക്സ്. അതുകൊണ്ട് എന്ത് എന്നതിൻ്റെ ചോദ്യം ഫിസിക്സിലാണ്. എന്ത് എന്നതിൻ്റെ ചോദ്യം ഫിസിക്സിൽ. പക്ഷെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നത് ഫിസിക്സിന് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് എന്നതിന് ഫിസിക്സിന് കഴിയാനില്ല. അതിനപ്പുറത്തേക്ക് ആ ഭാഗത്തെക്കുറിച്ചാണ് മെറ്റാഫിസിക്സ്. പ്രപഞ്ചം അതെന്താ, അത് വേണമെങ്കിൽ ഫിസിക്സിന് പറയാം. പക്ഷെ അത് എന്തുകൊണ്ട് എന്ന് ഫിസിക്സിന് പറയാൻ കഴിയില്ല. അത് എങ്ങനെ എന്നും ഫിസിക്സിന് പറയാൻ കഴിയില്ല. എന്ത് എന്ന് വേണമെങ്കിൽ ഫിസിക്സിന് പറയാൻ പറ്റും. പക്ഷേ വാട്ട് എന്ന് ഫിസിക്സിന് പറയാം. വൈ ആൻഡ് ഹൗ എന്ന് ഫിസിക്സിന് പറയാൻ കഴിയില്ല. അതാണ് മെറ്റാഫിസിക്സ്. അതിലൂടെ എല്ലാം അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ ചുറ്റുന്ന അറിയാലോ, ഒരു സോളാർ സിസ്റ്റം പോലെ ചുറ്റുന്ന, ഇതൊക്കെ സ്കൂൾ ലെവലിൽ പഠിക്കുന്നത്. അങ്ങനെ വന്ന് അവസാനം എന്താവുന്നു, ഈ ചുറ്റുന്ന ഇലക്ട്രോൺ ഇത് വളരെ സ്പീഡിൽ ചുറ്റുന്നത് കൊണ്ട് അത് ഒരു വലിയ വസ്തുവാണെന്ന് നമുക്ക് തോന്നുന്നു. പെട്ടെന്ന് പറയാം, ഒരു ഫാന്, ഈ ഫാന് നല്ല ഫുൾ സ്പീഡിലിട്ട് ഇങ്ങനെ നോക്കി, ഓ ഫാൻ ഇത്ര വലുതാണല്ലേ, ഓ വലിയതാണല്ലേ ഈ ഫാന്, അപ്പോൾ ഏകദേശം വലിയൊരു കൊടയോളം വലിപ്പമുള്ള ഒരു ഫാനാണല്ലേ എന്ന് വിചാരിക്കും സ്പീഡിൽ കറങ്ങിയാൽ. പക്ഷെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലോ, ഓഹോ ഇത് 3 ലീഫേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതിൻ്റെ എംപ്റ്റി പ്ലേസ് ആണല്ലേ, അല്ലേ, എംപ്റ്റി പ്ലേസ് എന്നാണ്. ഇതാണ് ഇത് യാഥാർത്ഥ്യം. ഒരു മാറ്ററിൻ്റെ അകത്തുണ്ടാകുന്ന പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും അതെല്ലാം കൂടെ കൂട്ടിയാൽ ആ മാറ്ററിൻ മൊത്തത്തിൻ്റെ ആ മാറ്ററിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല. അതിൽ എംപ്റ്റി സ്പേസ് ആണ് അധികം ഉള്ളത്. അത് എത്രയാ? എംപ്റ്റി സ്പേസ് 99.99999. ദാറ്റ് മീൻസ് 99.7 ഇടുക, 99.9999997 ടൈംസ്. അത്രയും എംപ്റ്റി സ്പേസ് ആണ്. മനസ്സിലായില്ലേ? എംപ്റ്റി സ്പേസ്. അവിടെ ഒന്നുമില്ല. അവിടെ പ്രോട്ടോണും ഇല്ല, ഇലക്ട്രോണും ഇല്ല, ന്യൂട്രോണും ഇല്ല. അതാണ്. സോ എന്താണ് അവിടെ ഉള്ളത്? അതാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ഉള്ളത് എന്താണ്? അതാണ് നോക്കേണ്ടത്. ഞാൻ എംപ്റ്റി സ്പേസിനെയാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കുക. ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ്, അല്ലേ? ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ഫീൽഡിൻ്റെ പാടം, വയൽ, വീട് എന്നൊക്കെ പറയാം ഫീൽഡ്, അല്ലേ? ഫീൽഡ് ബുക്ക് എന്നൊക്കെ കേട്ടില്ലേ വില്ലേജ് ഓഫീസിലുള്ള. അപ്പോൾ ഇതിനാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയാം. അതിനകത്ത് എന്താ ഉള്ളത്? അവിടെയും വേറെ ഉണ്ട്. അതെന്താ? അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകളുണ്ട്. അവിടെ ഇലക്ട്രിക്കൽ ശക്തികളുണ്ട്, മാഗ്നറ്റിക് ശക്തികളുണ്ട്. അതുപോലെ അതിൻ്റെ വേവ് ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രോൺസുകളും ഫങ്ഷൻസും ഉണ്ട്. അത് ഒരു വെർച്വൽ പാർട്ടിക്കിൾസ് ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി പോപ്പ് ഇൻ ആൻഡ് ഔട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ ഉണ്ടാകുന്ന എനർജികൾ, ആ 99.9999 ആ അത്രയും ഭാഗത്ത് ഉണ്ടാകുന്ന എനർജികൾ, അത് അവിടെ ഉണ്ടാകുന്ന എനർജികൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പോപ്പിൻ ചെയ്ത്, ദാറ്റ് മീൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടെന്ന് വരികയും ഉടനെ തന്നെ ഇല്ലെന്ന് വരികയും, ഉണ്ടാകും ഇല്ലാതാകും. അപ്പോൾ ഒന്നുമില്ലായ്മ നിന്ന് ഉണ്ടാകും ഇല്ലാതാവും എന്നതുപോലെ സിമ്പിളാ. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കയറിങ്ങനെ കറക്കണം വിചാരിച്ചു. അപ്പോൾ നമ്മളത് ടോപ്പിലെത്തുന്ന സമയത്ത് വിചാരിക്കും ഇത് ഇല്ല ഉണ്ടെന്നത് ഇങ്ങനെ കറക്കുന്ന സമയത്ത് പോപ്പ് ഔട്ട് ചെയ്യുന്ന അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അപ്പം തന്നെ ഇല്ലാതാകുന്നു. ഇത്രത്തോളം ഹൈ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് എനർജികളാണ് അവിടെയുള്ളത്. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഒരാളെ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, അത്ര സ്പീഡില്ല. സ്പീഡ് കൂടുന്തോറും നമുക്കത് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല, കണ്ണിന് പ്രത്യേകിച്ചും കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് കുറേ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസുകൾ പരസ്പരം പോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ. അത് മുന്നോട്ട് വരുന്നു, പിന്നോട്ട് പോകുന്നു, തെളിയുന്നു മറയുന്നു. ഇതിനെയാണ്, ഈ തിയറിയാണ് സ്ട്രിങ് തിയറി എന്ന് പറയും. സ്ട്രിങ് തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചത് എന്തല്ലേ, ഇപ്പം എൻ്റെ കയ്യിൻ്റെ വിരൽ ഫോളോ ചെയ്ത് നോക്ക്. എൻ്റെ കയ്യിൻ്റെ വിരൽ എങ്ങനെയാണ്, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഒരു സിസ്റ്റമായി ഓർഡർ ഇല്ല, ഇങ്ങനെ ഓർഡർ ഇല്ലാതെ ഇതുണ്ടല്ലേ, കയ്യിൻ്റെ വിരലെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്.
അപ്പോൾ ഈ കൈയിൻ്റെ വിരലെല്ലാം ഓരോന്നും ഓരോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഇതിങ്ങനെ കറങ്ങുന്ന ദാറ്റ് മീൻസ് വരുന്നു പോകുന്നു. ഇതാണ് സ്ട്രിങ് തിയറി എന്ന് വിളിക്കുന്നത്. സ്ട്രിങ് ഇതിനെ അപ്പുറത്തേക്കുണ്ട് എം തിയറി, ഒരുപാട് വശങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ മെറ്റാഫിസിക്സിൽ, അതിങ്ങനെ വെറുതെ എന്തെങ്കിലും ഒപ്പിച്ച് പറയല്ല, മെറ്റാഫിസിക്സിൽ ഗ്രാജുവേഷൻ എടുത്ത് ഞാൻ അൽഹംദുലില്ലാ പാരാസൈക്കോളജി PG എടുക്കാൻ വേണ്ടിയിട്ട്, പാരാസൈക്കോളജിയിൽ PhD എടുക്കണം, അതിന് പാരാസൈക്കോളജി PG എടുക്കണം. അതിന് മെറ്റാഫിസിക്കൽ ഹ്യൂമനിസ്റ്റിക് സയൻസ്, ഇതാണ് ഞാൻ എടുത്ത ഗ്രാജുവേഷൻ്റെ. അപ്പാർട്ട് ഫ്രം എൻ്റെ അക്കൗണ്ടിങ്, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള വിഷയങ്ങൾ അല്ല. അതിനുശേഷം മെറ്റാഫിസിക്കൽ ഹ്യൂമനിസ്റ്റിക് സയൻസ് അമേരിക്കയിൽ നിന്നുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് ഇത് പറയാൻ പറ്റുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ വീണ്ടും അടിയിലേക്ക് പോകും തോറും എനർജികൾ ആണ് ഉള്ളത്, ഒരുപാട് എനർജികൾ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത പുതിയ എനർജികൾ, അത് പുതിയ പവറുള്ള, ഫ്രീക്വൻസി കൂടും തോറും പവർ കൂടും, ഫ്രീക്വൻസി കൂടിയ എനർജികൾ. ഇതിങ്ങനെ പോയാൽ എന്താവും? അവസാനം എവിടെ എത്തിപ്പെടുന്നു? ഏറ്റവും വലിയ എനർജികൾ എത്തും. അതേതാ എനർജി? അത് ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി. ആത്മാവ് നമ്മളെ മനുഷ്യൻ്റെ, ഇപ്പം ഞാൻ എൻ്റെ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി ഉണ്ട്, ഞാൻ അതിനെ 100 എന്ന് വിളിക്കും. മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് 100 പോസിറ്റീവ് എനർജി വരാം, ദുലുമാത്ത് നെഗറ്റീവ് എനർജി വരാം. അപ്പം ഇങ്ങനെ ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി, ആ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജിയോ അത് മനുഷ്യൻ്റെ ഉണ്ടാകാം, പിന്നെ ഏഞ്ചൽസ് മലക്കുകളിൽ നിന്നുണ്ടാകാം, അതുപോലെ ജിന്ന് വർഗത്തിൽപ്പെട്ട ഡെവിളിഷ്, അതിൽ തന്നെ നല്ലതുണ്ടാകാം ചീത്തയാകാം, മനുഷ്യന്മാർക്ക് നല്ലതുണ്ടാകാം ചീത്തയാകാം, പോസിറ്റീവ് നെഗറ്റീവ് ആകാം. ഇതിൻ്റെ അപ്പുറത്തേക്ക് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ എനർജി, അതാണ് അള്ളാഹുവിൻ്റെ പ്രകാശം. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. അതുകൊണ്ട് ഈ എനർജികളെല്ലാം കൂടെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടും പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടും പരസ്പരം കണക്റ്റഡുമായതുകൊണ്ട് ആ ഒരു എനർജികളുടെ വലിയൊരു ലോകമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. കളക്റ്റീവ് അൺകോൺഷ്യസ് ഉപബോധ മനസ്സ്. അപ്പം മനുഷ്യന്മാർ ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജിയെ, അതാണ് അൺകോൺഷ്യസ് മൈൻഡിൻ്റെ എനർജി. കളക്റ്റീവ് അൺകോൺഷ്യസ്, ഇത് ഞാൻ വെറുതെ വിളിക്കുന്നതല്ല. കാൾ ജംഗിയൻ സൈക്കോളജി, ഡീപ്പ് സൈക്കോളജി പോയാൽ അറിയാം. കാൾ ജംഗ് 1950-59 ഒക്കെ മരിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് കാൾ ജംഗ്. അദ്ദേഹം പറയുന്നതാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഞാൻ കാണിച്ചു തരാം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ എനർജിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം എത്തിപ്പെടുന്നത് പ്രപഞ്ചത്തിൽ മൊത്തമുള്ള ഒരു എനർജി, ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജി നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ആ എനർജി ആണ് ഇതിയുടെ ബേസ്. ആ എനർജി അതിൻ്റെ വ്യത്യസ്തമായ ഫ്രീക്വൻസി വൈബ്രേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ വിശദീകരിക്കാൻ പറ്റുന്നതും വിവരിക്കാൻ പറ്റുന്നതുമായ ലെവലിലെത്തും. വീണ്ടും വന്ന് ഫ്രീക്വൻസി കുറഞ്ഞ് മാറ്റർ, ആറ്റം, അങ്ങനെ കുറേ ആറ്റങ്ങൾ കൂടിയ എന്താ പറയുക, ഇങ്ങനെ വന്ന് പ്രപഞ്ചം അങ്ങനെയാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോയിന്റ്. അദ്ദേഹം പറഞ്ഞെന്താ, മാറ്റർ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ശരിയല്ലാതെ മനസ്സിലാക്കിയിരുന്നു. അതെല്ലാം എനർജിയാണ്. അതിൻ്റെ വൈബ്രേഷൻസ് കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് അതിനെന്ത് ചെയ്യുക, മാറ്റർ എന്ന് പറയുന്ന ഈ സാധനത്തെ കാണാൻ പറ്റുന്നത്. ശരിക്കും മാറ്റർ എന്നതില്ല, അത് ശരിക്കും ഒരു എനർജി, ഫ്രീക്വൻസി കുറഞ്ഞൊരു എനർജിയാണ് ഈ മാറ്റർ എന്ന് പറയുന്ന സാധനം. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പോയിന്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഡിസ്കവേർഡ് ദാറ്റ് മാറ്റർ ആൻഡ് എനർജി ആർ ഇന്റർചേഞ്ചബിൾ. അതുകൊണ്ട് മാറ്ററും എനർജി ഇന്റർചേഞ്ചബിൾ. അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ എനർജിയിലേക്ക് പോകും. അത് കുറഞ്ഞ സമയത്ത് നമ്മൾ എനർജിയല്ല മാറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ എനർജിയെ, ആ ഫ്രീക്വൻസിയെ മാറ്റാൻ കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റർ ആക്കാനും എനർജി ആക്കാനും കഴിയും. മനസ്സിലായില്ല? സോ ഇഫ് ദ വൈബ്രേഷൻ ഫ്രീക്വൻസി വെർ ഹയർ, ആ ഫ്രീക്വൻസി കൂടിയാൽ ദ സെയിം എനർജി മൈറ്റ് നോട്ട് അപ്പിയർ സോളിഡ് ആൻഡ് വിസിബിൾ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അത് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ട് മാറുന്നത്. ആൾ മാറ്റേഴ്സ് അവർ ബോഡി. അതുകൊണ്ട് നമ്മുടെ ശരീരവും ഒരു പാർക്കഷണവും നമ്മളെ സ്റ്റാർ മെറ്റീരിയൽസും എല്ലാം എന്താ, ഇസ് ജസ്റ്റ് എനർജി സ്ലോ ഡൗൺ ഇനഫ് ടു ടേക്ക് ഫിസിക്കൽ ഫോം. ആ എനർജി അതിൻ്റെ ഫ്രീക്വൻസീസ് കുറഞ്ഞ സ്ലോ ഡൗൺ ചെയ്ത എനർജികളാണ്. അതാണ് നമ്മൾ ഫിസിക്കൽ ഫോമിൽ കാണുന്നത്. ഗുഡ്. അതാണ് നമ്മുടെ ഫിസിക്കൽ ഫോമിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത തലം നോക്കാം. അപ്പോൾ വാസ്തുവിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വലിയൊരു പോയിന്റ് എന്താ അറിയോ, എവറിത്തിങ് ഇസ് എനർജി ആൻഡ് ദാറ്റ്സ് ഓൾ ദർ, ഇറ്റ്സ് ദർ. എല്ലാം എനർജിയാണ്, അത്രയേ ഉള്ളൂ. മാച്ച് ദ ഫ്രീക്വൻസി ഓഫ് ദി റിയാലിറ്റി യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ റിയാലിറ്റികൾ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളും
സക്സസ്സും നിങ്ങളെ സമ്പന്നതയും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തേക്ക്, വേറൊന്നും ചെയ്യണ്ട. അതാണ് റിയാലിറ്റിയായി മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളുടെ റിയാലിറ്റി, അതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ റിയലായിട്ട് വരുന്നത്. ഇറ്റ് ക്യാൻ ബി നോ അതർ വേ, അതല്ലാതെ വേറെ വഴിയില്ല. സോ ദിസ് ഇസ് നോട്ട് ഫിലോസഫി, ദിസ് ഇസ് എ ഫിസിക്സ്. ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, അതൊരു ഫിലോസഫി അല്ല, അതൊരു ഫിസിക്സ് ആണ്. ഈ ഒരു കോൺസെപ്റ്റിൽ വെച്ചിട്ടാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വേറെ ബുക്കുണ്ട്, ദ പവർ ഓഫ് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. ഇത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിൽ അദ്ദേഹം, നെപ്പോളിയൻ ഹില്ല്, ഈ പ്രിൻസിപ്പിൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷനെ കുറിച്ച് പഠിക്കുക. ഇതെൻ്റെ വാക്കല്ല, നിക്കോള ടെസ്ല. ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ പല ആളുകളുടെ പഠനങ്ങളും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രബലമായി വന്നത് നിക്കോള ടെസ്ല. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്ട് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണോ, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി. എനർജിയുടെ ഭാഷയിൽ ചിന്തിക്കുക, എനർജിയെ കുറിച്ച് പഠിക്കുക. എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. അപ്പോഴേ നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ. അങ്ങനെ അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇങ്ങനെ ഈ അടിയിലേക്ക് പോകുന്ന ക്വാക്സ്, നമ്മൾ പറഞ്ഞില്ലേ, സബ് ക്വാക്സ് ഇങ്ങനെ പോയിട്ട് പ്രിയോൺസ്, പിന്നെ സ്ട്രിങ്, പിന്നെ ക്വാണ്ടം ഫീൽഡ്. അതോ ഈ ഒഴിഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ വേവ്സുകളുള്ള ഒരു ഒഴിഞ്ഞ പ്രതലം, ഈ എംപ്റ്റി സ്പേസ്. ആ എംപ്റ്റി സ്പേസിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കും. അതിനാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ഇനി ഈ ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ എന്താ ഉള്ളതെന്നാ, അവിടെയും വീണ്ടും എനർജി എന്നാണ്. ആ എന്തിൻ്റെ എനർജി എന്നാണ്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, മെറ്റാഫിസിക്സ് മാത്രം പറയുന്നത്. മെറ്റാഫിസിക്സിൻ്റെ ആളുകൾ യുനാനിമസ് ആയിട്ട് പറയുന്നൊരു പോയിന്റ്, അവിടെ ഇൻഫർമേഷൻസ് ആണുള്ളത് എന്നാണ്. അവിടെ ഇൻഫർമേഷൻസ്, വിവരങ്ങളാണുള്ളത്, അറിവുകളാണ് അവിടെ ഉള്ളത്. ആൻഡ് കോൺഷ്യസ്നെസ്, എന്താ, ആത്മാവിൻ്റെ പ്രവർത്തന മേഖലയാണ് മൈൻഡ്. അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവെയർനെസ് എന്ന് പറയാം, ബോധം, അവെയർനെസ്, കോൺഷ്യസ്നെസ്. അപ്പോൾ അവിടെ ആ കോൺഷ്യസ്നെസ്സും ആ കോൺഷ്യസ്നെസ്സിന് ഉള്ളിലുണ്ടാകുന്ന അറിവുമാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് മെറ്റാഫിസിക്സിൻ്റെ അടിയിലേക്ക് പോകുന്നത്. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. ആര് നോക്കുകൾ, മാക്സ് പ്ലാങ്ക്, ഭയങ്കര ഗ്രേറ്റ് റിയാലിറ്റി. അപ്പൊ പറഞ്ഞു വന്നെന്താ, ഇപ്പൊ കാര്യമായിട്ട് പറയുന്നത് മാറ്റർ കാര്യമായിട്ട് വലിയ വിഷയമൊന്നുമല്ല, എനർജിയാണ് വിഷയം. അല്ല, എനർജി വിഷയമല്ല, അതിനപ്പുറത്തേക്ക് ആത്മാവിൻ്റെ അവെയർനെസ്സായ മൈൻഡ്, ഇതാണ് വിഷയം, അതാണ് പ്രധാനമായിട്ട് വരുന്നത്, അല്ലേ? എന്നാൽ അതിൻ്റെ വാക്കല്ല മാക്സ് പ്ലാങ്ക് പറയുന്നു. ക്വാണ്ടം ഫിസിക്സ് ഷോസ് മാറ്റർ ഈസ് സെക്കൻഡറി. ക്വാണ്ടം ഫിസിക്സിൽ നോക്കിയാൽ മാറ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി, അതല്ല ഇവിടെ വലിയ വിഷയം. വിത്ത് സ്പിരിറ്റ് ആൻഡ് കോൺഷ്യസ്നെസ്, ആത്മാവിൻ്റെ അവെയർനെസ്, കോൺഷ്യസ്നെസ്, ബോധമണ്ഡലം, അതാണ് ഫണ്ടമെന്റൽ റിയാലിറ്റി. ദിസ് ഇസ് മാക്സ് പ്ലാങ്ക്. ഈ മാക്സ് പ്ലാങ്ക് ആരാന്നറിയോ? അദ്ദേഹം തന്നെ പറയുന്നു, ആസ് എ മാൻ ഹു ഹാസ് ഡിവോട്ടഡ് ഹിസ് ഹോൾ ലൈഫ് ഫോർ ദ മോസ്റ്റ് ക്ലിയർ ഹെഡഡ് സയൻസ് ടു ദ സ്റ്റഡി ഓഫ് മാറ്റർ. പദാർത്ഥത്തെക്കുറിച്ച് പഠിക്കുവാൻ, ഒരു വ്യക്തമായ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, ഐ ക്യാൻ ടെൽ യു ആസ് എ റിസൾട്ട് ഓഫ് മൈ റിസർച്ച്, എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാൻ പറ്റും, അബൌട്ട് ആറ്റം ദിസ് മച്ച്, ആറ്റത്തിനെ കുറിച്ച് ഇത്രയും പറയാം. ദർ ഇസ് നോ മാറ്റർ ആസ് സച്ച്. പദാർത്ഥം, മാറ്റർ എന്ന് പറയുന്ന സാധനം ഇല്ല. ആൾ മാറ്റർ ഒറിജിനേറ്റ്, നോക്കിക്കോ, ഒറിജിനേറ്റ്, എല്ലാ മാറ്ററും ഒറിജിനേറ്റ് ചെയ്യുന്ന ആൻഡ് എക്സിസ്റ്റ്, നിലനിൽക്കുന്ന ഓൺലി ബൈ വെർച്യൂ ഓഫ് എ ഫോഴ്സ്, ഒരു ശക്തി വഴി മാത്രമാണ്. വിച്ച് ബ്രിങ് ദ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം ടു വൈബ്രേറ്റ് ആൻഡ് ഹോൾഡ് ദിസ് മോസ്റ്റ് മൈന്യൂട്ട് സോളാർ സിസ്റ്റം. ഈ ആറ്റത്തിനുള്ളിലുണ്ടാകുന്ന ഒരു സോളാർ സിസ്റ്റം, എന്താ, ഓരോ ന്യൂക്ലിയസിനെ മറ്റൊന്ന് ചുറ്റുന്നു, അല്ലേ? അതല്ലേ സോളാർ സിസ്റ്റം. സൂര്യനെ ഗ്രഹങ്ങളും ഭൂമിയൊക്കെ ചുറ്റുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഇതിനെ സോളാർ സിസ്റ്റം, അപ്പോൾ ആറ്റത്തിനകത്തുള്ള ഈ സോളാർ സിസ്റ്റം, മോസ്റ്റ് മൈന്യൂട്ട് സോളാർ സിസ്റ്റത്തെ കറക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. വി മസ്റ്റ് അസ്യൂം, നമ്മൾ സങ്കല്പിച്ചേ പറ്റൂ, ബിഹൈൻഡ് ദിസ് ഫോഴ്സ്, ഈ ഫോഴ്സിന്റെ പിന്നിൽ ദ എക്സിസ്റ്റൻസ് ഓഫ്, നിലനിൽപ്പ് എന്തിൻ്റെ, കോൺഷ്യസ് ആൻഡ് ഇൻ്റലിജന്റ് മൈൻഡ്, ഒരു ബോധമണ്ഡലത്തിൻ്റെ, ബുദ്ധിയുള്ള, ഇൻ്റലിജന്റ്, ബുദ്ധിയുള്ള ഒരു ബുദ്ധി കേന്ദ്രത്തിൻ്റെ, ഒരു ബോധമണ്ഡലത്തിൻ്റെ, ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ നിലനിൽപ്പ് ഉണ്ട്, നമ്മൾ സങ്കല്പിച്ചേ പറ്റൂ. ദിസ് മൈൻഡ് ഈസ് ദ മാട്രിക്സ് ഓഫ് ഓൾ മാറ്റർ. ആ മൈൻഡ് ഉണ്ടല്ലോ,
കോൺഷ്യസ്നെസ് ആൻഡ് ഇന്റലിജൻസ് ആണ്, അതാണ് മൈൻഡ്. ആ മൈൻഡ് ഉണ്ടല്ലോ, അതാണ് ദാറ്റ് ഇസ് ദ മാട്രിക്സ് ഓഫ് ആൾ മാറ്റേഴ്സ്. അതാണ് എല്ലാ മാറ്ററിന്റെയും രഹസ്യം, ഇവനിലുണ്ടാകുന്ന രഹസ്യ ഘടകങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തായി, നമ്മളൊരു ഫിസിക്കൽ മാൻ അല്ല അല്ലേ? നമ്മളെ ഈ ബോഡി അതൊരു ആത്മീയമാണ്, ഒരു ഗൈബിയായ അല്ലെങ്കിൽ ഒരു അൺനോൺ വേൾഡിലുള്ള ഒരു ജീവിയാണ്. അതിന്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ മാത്രമുള്ളത്, ഇതിന്റെ വാക്കല്ല. ഇതുപോലുള്ള ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്, വി ആർ നോട്ട് ഹ്യൂമൻ ബീയിങ്. വി ആർ നോട്ട് ഹ്യൂമൻ ബീയിങ് ഹാവിങ് എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. നമ്മളൊരു മനുഷ്യന്മാരാണ്, പക്ഷെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരാണ് അല്ല. നമ്മൾ സ്പിരിച്വൽ ബീയിങ് ആണ്, നമ്മൾ ആത്മീയ മനുഷ്യന്മാരാണ്. എങ്ങനെ? ഒരു ഫിസിക്കൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉള്ള ആത്മീയ ജീവികളാണ് നമ്മൾ. അതല്ലാതെ ആത്മീയ അനുഭവമുള്ള മനുഷ്യ ജീവികളല്ല, ആത്മീയ ജീവികളാണ് നമ്മൾ. മാനുഷിക എക്സ്പീരിയൻസ് ഉള്ള ആത്മീയ ജീവികളാണ് നമ്മൾ. മാഷാ അല്ലാഹ്, എന്തൊരു വ്യക്തമായിട്ട് അവരെല്ലാം പറഞ്ഞു. അതുകൊണ്ട് വളരെ ക്ലിയർ ഹെഡഡ് സയൻസാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നത്. മാത്രമല്ല, ഈ ഫീൽഡ്, ക്വാണ്ടം ഫീൽഡിൽ ഇൻഫർമേഷൻസ് ആണ്, അതുപോലെ അവയർനെസ്, കോൺഷ്യസ്നെസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടുന്ന് പോകും എന്ത്? പാരാസൈക്കോളജി. നിങ്ങൾക്കറിയാലോ, ഞാൻ പാരാസൈക്കോളജിയിലാണ് എൻ്റെ PG എടുത്തതും PhD എടുത്തതും. പാരാസൈക്കോളജിയിൽ എന്താ വിഷയം? അപ്പൊ നമുക്ക് മീനിങ് കിട്ടും. അതിനകത്ത് എന്താ ഉണ്ടാകുന്നത്? ആ ഇൻഫർമേഷൻ ഫീൽഡിൽ, ആ ഇൻഫർമേഷൻസിൽ എല്ലാ രീതിയിലുള്ള അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. അതിൻ്റെ ഫീലിങ്സ്, ചിന്തകൾ, വിശ്വാസങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, സ്മെല്ല്, കളറ്, ടേസ്റ്റ്, ആ അറിവിൽ ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ആ അറിവിൻ്റെ കൂടെ ഉണ്ട്. അത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഗുണങ്ങളും അറിവുകളും അറിവിന്റെ ഗുണങ്ങളും, ആ അറിവ് ഒരു ആത്മാവിലേക്ക് ടച്ചായാൽ ഒരു ആഗ്രഹം വരും, പ്ലസ് ഓർ മൈനസ്, നല്ലതാ ചീത്തയാവട്ടെ. അറിവിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹത്തിൽ നിന്ന് ഉദ്ദേശം ഉണ്ടാവും, ഉദ്ദേശത്തിൽ നിന്ന് ശക്തമായ ഉദ്ദേശം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രവർത്തനം, മോട്ടിവേഷൻ ഉണ്ടാകും, പിന്നെ അത് പ്രവർത്തനമാകും. അങ്ങനെയാണ് ശക്തിയാകുന്നത്. അറിവാണ് ശക്തിയാകുന്നത്, നോളജാണ് പിന്നെ പവറാകുന്നത്, ഇൽമാണ് കൂവത്താവുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഈ ഇതിലെല്ലാം എന്ത് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അറിവ് നിറഞ്ഞു കിടക്കുന്നു. ആ അറിവിന്റെ ഗുണങ്ങളും ഇതിൽ നിറഞ്ഞു കിടക്കുന്നു. ഇതുകൊണ്ടാണ് പാരാസൈക്കോളജിയിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട് പറയും. ആ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജിയും, ഇപ്പം നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ ഈ നെഗറ്റീവ് എനർജി പെട്ടെന്ന് ടച്ചായി ശീലിച്ച, അല്ലെങ്കിൽ ടച്ചാകാൻ പറ്റിയ വീക്കായ, അല്ലെങ്കിൽ ടച്ചാകുമ്പോൾ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. സൈക്കിക് ഇൻഡ്യൂഷൻസിലെ ആളുകളുണ്ട്, അതുപോലെ എമോഷണൽ വീക്ക്നെസ്സിലെ ആളുകളുണ്ട്. ഇവരവിടേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എമോഷണൽ എനർജി, ആ സ്പേസിൽ ഉണ്ടാകുന്ന എമോഷണൽ എനർജിയിൽ എന്ത് എമോഷനാണോ ആ എമോഷൻ ഈ വ്യക്തിക്ക് വരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ഇൻഫർമേഷൻസ് ഇയാൾ പറയുന്നു. അവിടെ എന്തൊരു ഇൻഫർമേഷൻ റെക്കോർഡാണുള്ളത്. ഉദാഹരണം, ഒരു കൊലപാതകം, ആത്മഹത്യ നടന്ന സ്ഥലം ആണെങ്കിൽ അവിടെ നടന്ന ആ അനീതിയുടെ എമോഷണൽ ഇംപ്രിന്റ് അവിടെ ഉള്ളത് കൊണ്ട് ആ സ്പേസിൽ അതുണ്ട്. അവിടെയുള്ള വസ്തുക്കൾ വീട്ടിലും ബിൽഡിങ്ങിലും ഒന്നുമല്ല, ആ സ്പേസിലാണ്. അവിടെ മറ്റൊരാൾ, ഒരു സൈക്കിക് ഇൻഡ്യൂഷൻസിൽ ഒരാളോ അല്ലെങ്കിൽ എമോഷണൽ വീക്ക്നെസ്സിൽ ഒരാളോ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള എമോഷൻസ് ഇദ്ദേഹത്തിന്റെ മൈൻഡിലൂടെ ഇതാവുകയും പുറത്ത് വരികയും സംസാരിക്കുകയും അതിന്റെ വിഷയങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇത് ജിന്നുബാധയാണോ? ജിന്നുകൾ അതിൽ ഉണ്ടാകാം, പക്ഷെ എല്ലാം ജിന്നായിക്കൊള്ളുന്നില്ല. എമോഷണൽ ഇംപ്രിന്റ് ടച്ച് ആയാലും ജിന്നുള്ളതുപോലെ പ്രവർത്തിക്കാം, ശൈത്താന്മാർ കയറിയതുപോലെ പ്രവർത്തിക്കാം. മനസ്സിലായില്ലേ? സോ ഇതാണ് പാരാസൈക്കോളജി. സോ ഈ പാരാസൈക്കോളജിയെ കുറിച്ച് ഇതിലാണ് വരുന്നത്. ഇതിനെയാണ് മെറ്റാസൈക്കോളജി എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ക്ലിയർ, വ്യക്തമായ ശാസ്ത്രവും സൈക്കോളജി നമ്മൾ പറയുന്നുള്ള മുമ്പിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറയുന്നത് മെറ്റാസൈക്കോളജി, മനുഷ്യന്റെ ഒബ്സർവബിൾ സൈക്കോളജി, അനാലിറ്റിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ഒബ്സർവബിൾ സൈക്കോളജിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് മെറ്റാസൈക്കോളജി. അതിനെയാണ് കാൾ ജങ് ഡീപ് തിങ്കേഴ്സ് അല്ലെങ്കിൽ ഡീപ് സൈക്കോളജി എന്ന് വിളിച്ചത്. കാൾ ജങ്, മനസ്സിലായില്ലേ? അതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി, ട്രാൻസ്ജെൻഡർ സൈക്കോളജി എല്ലാം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുണ്ടാകുന്ന ചില പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകൾ അപ്പുറത്തുണ്ടാകുന്ന ചില വിവരങ്ങൾ കിട്ടുകയും കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നതാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. ഈ ഭാഗങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ ക്വാണ്ടം ഫീൽഡിൽ. ഈ ക്വാണ്ടം ഫീൽഡിൽ എന്താ ഉള്ളത്? ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനിൽ എന്താ ഉള്ളത്? ആ ഇൻഫർമേഷന്റെ ആഗ്രഹം,
ഡിസയർ, അതിൻ്റെ ഇൻറ്റൻഷൻസ്, അതിൻ്റെ മോട്ടിവേഷൻ, അതിൻ്റെ പവർ. എൽമ്, മഷിയത്ത്, നിയ്യത്ത്, ഇറാദത്ത്, ഖുവത്ത്. ഇസ്ലാമിക്കലി ഞാൻ വിശദീകരിച്ചു തരാം. സോ ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻസ് ആണ് ആളുകളെ ടെലിപ്പതി എന്ന് പറയുന്നത്. ആളുകൾ തമ്മിൽ അങ്ങോട്ട് ഒരാൾ ചിന്തിക്കുന്നത് തന്നെ അപ്പുറത്ത് ഒരാൾ ചിന്തിക്കുന്നു. ഒരാൾക്ക് പെട്ടെന്ന് ഒരു സംഭവം തോന്നുന്നു, അത് റിയൽ ലൈഫിൽ നടക്കുന്നു. ഇതിനെ കോയിൻസിഡൻസ് പറയും. ഈ ലോകത്ത് കോയിൻസിഡൻസ് ഒന്നും ഇല്ല. കോയിൻസിഡൻസിന് വെറുതെ രണ്ട് സംഭവങ്ങൾ ഒത്തൊരുമിച്ച് വന്നു. നോ, എല്ലാം ഒരു വലിയ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പം നിങ്ങൾ ഈ മെഷീൻ എൻ്റെ വാങ്ങിച്ചതും ഉപയോഗിക്കുന്നതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നതും എല്ലാം ഒരു പ്രീ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഐ ബിലീവ്, ഞാൻ ആസ് എ മുസ്ലിം, ഈ കേൾക്കുന്ന ആളുകൾ മുസ്ലിമോ അല്ലാത്തവരുണ്ടാകാം, പക്ഷെ ഞാൻ ആസ് എ മുസ്ലിം ഐ ബിലീവ് ദ ക്വാണ്ടം ഫീൽഡ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്വാളിറ്റീസ്. എല്ലാ ക്വാണ്ടം ഫീൽഡിൽ ഇൻഫർമേഷൻസ് ആണ്. ആ ഇൻഫർമേഷൻസിൻ്റെ ഗുണങ്ങളും ക്വാളിറ്റി ഗുണങ്ങളും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതാണ് വാസ്തവത്തിൽ നമ്മുടെ സക്സസ് ഫോർമുലയായിട്ട് നമ്മളെ ലൈഫ് കോച്ചിൽ പഠിപ്പിക്കാനുള്ളത്. നോളജ്, മഷിയത്ത്, നിയ്യത്ത്, ഇറാദത്ത്, ഖുവത്ത്. എങ്ങനെയാണ് പവർ ഉണ്ടാവുക? പവർ അറിവിൽ നിന്നുണ്ടാവുക. അറിവിൽ നിന്ന അല്ലേ? അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹു നമുക്ക് വിട്ടു തന്ന അറിവ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കുറേ ഒത്തിത്തു ഇല്ല, കലിയില്ല, കുറച്ചല്ലാതെ അവർക്ക് അറിവ് കൊടുത്തിട്ടില്ല, നമുക്ക് അറിവ് നേടില്ല. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് തന്നതാണ് നമ്മുടെ അറിവ്. അതുപോലെ അള്ളാഹുവിൻ്റെ മഷിയത്ത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്ന് മലയാളത്തിൽ പറയാം. മഷിയത്ത് റബ്ബൽ ആലമീൻ, അള്ളാഹ് ഉദ്ദേശിക്കാത്തൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കും കൂടിയില്ല. സോ അള്ളാഹുവിൻ്റെ മഷിയത്ത് ഉള്ളതേ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ അറിവിലൊരു മഷിയത്ത് ഉണ്ടാവും. സോ എല്ലാ അറിവിലുള്ള മഷിയത്തുണ്ട്. നമുക്ക് കിട്ടുന്ന അറിവിൽ കിട്ടുന്ന മഷിയത്ത് ഉണ്ടാവും. അതാണ് പിന്നെ നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മുടെ ആത്മാവിന്റെ ഉദ്ദേശമായി മാറുന്നത് ആ മഷിയത്തിനാണ്. ഈ മഷിയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിയ്യത്തായി മാറുന്നത്. ഈ നിയ്യത്തിൽ അള്ളാഹു അനുവദിച്ച കുറെ ഭാഗം ഉണ്ടാവും. അവിടെ ആ മഷിയത്ത് പ്രകാരം നടക്കും. ഉദ്ദേശിക്കാത്തതുണ്ടാവും, ചിലപ്പോൾ അള്ളാഹ് അനുവദിക്കുന്നതാകും. അതാണ് ഇതിനെന്ന് പറയും, അല്ലേ? മാഷാ അള്ളാഹ്, അല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ്, ബി ഇതിനില്ല എന്നല്ലേ? ബി ഇതിനില്ല, അസംഭാവ്യ കാര്യങ്ങൾ സംഭവിച്ചു തീർത്ത് ഖുർആനിലൊക്കെ പറയുന്നത് ഇതിനില്ല, ഇതിനെന്ന് പറയും. പെർമിഷൻ, അള്ളാഹ്സ് പെർമിഷൻ. ഓക്കെ, അത് വേറെ വിഷയങ്ങളായി സംസാരിക്കാം പിന്നീട്. അപ്പൊ അതുകൊണ്ട് ഈ നീയത്താണ് എന്താവുന്നത്? പവർഫുൾ ഇന്റൻഷൻ ആവുന്നത്, ഡെലിബറേറ്റ് ഇന്റന്റ്. ഇറാദത്ത് പറയും, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂൽ ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ശക്തമായ ഉദ്ദേശം ഉണ്ടായാൽ അതാണ് ഇറാദത്ത്. അപ്പം മഷിയത്തിന്റെ അടുത്ത രൂപമാണ് ഇറാദത്ത്. അതുണ്ടായി കഴിഞ്ഞാൽ സംഭവം ഉണ്ടാകുന്നു. കുൻ, അതുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു. അതാണ് ഖുവത്തായി മാറുന്നത്. അപ്പം മനുഷ്യലോകത്തും മനുഷ്യന്റെ മൈൻഡിൽ പോലും അറിവ്, നോളജ്, മഷിയത്ത്, ഇൽമ്, മഷിയത്ത്, നിയ്യത്ത്, ഇറാദത്ത്, ഖുവത്ത്. നോളജ്, അതിന്റെ ഡിസയർ, അതിന്റെ ഇന്റൻഷൻ, അതിന്റെ ഡെലിബറേറ്റ് ഇന്റൻഷൻ ആൻഡ് പവർ. അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഈ അറിവ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല സംഗതികളും, ആ അറിവിൽ നിന്നാണ് പല സംഗതികളും നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്നത്. സോ വെൻ വൺ കോൺഷ്യസ്നസ് ഈസ് കണക്റ്റഡ് ടു ദോസ് ഇൻഫർമേഷൻ ഫീൽഡ്, അപ്പോൾ ആരുടെയെങ്കിലും അവയർനെസ് ആ ഇൻഫർമേഷൻ ഫീൽഡിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഇയാളിലേക്ക് വരാം. ഇതിനെയാണ് പലപ്പോഴും നമ്മൾ ജിന്ന് പൊസഷനാണ് എന്ന് ഒക്കെ പറയുന്നത്. അപ്പോൾ ജിന്നുകൾ പൊസസ് ചെയ്യുന്ന കേസസ് ഉണ്ട്, ഇല്ലെന്നല്ല. ജിന്നുകൾ പൊസസ് ചെയ്യുന്ന കേസ് ഉണ്ട്, എന്നാൽ എമോഷണൽ ഇംപ്രിന്റ് ടച്ച് ആയ കേസുകളുണ്ട്. അതിന്റെ റിയാക്ഷൻസ് കണ്ടും കേട്ടും അത് ശരിക്കും വ്യക്തമായി പഠിച്ചെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. അതാണ് പിന്നെ ഈ സൈക്കോ കൈനസിസ്, വീട്ടിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ, പിന്നെ തീ പിടിച്ചു, പിന്നെ അല്ലേ, എനിക്കറിയാലോ, ഇപ്പം മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൊക്കെ കണ്ടില്ലേ, ആ രീതിയിലുണ്ടായി അതിനെ സൈക്കോ കൈനസിസ് എന്ന് പറയാം. ഇതിനപ്പുറത്തേക്ക് ഡെവിളിഷ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നത് പോൾട്ടർജൈറ്റ്സ് എന്ന് പറയാം. സോ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാ? ഈ ക്വാണ്ടം ഫീൽഡിൽ ഉണ്ടാകുന്ന ഇൻഫർമേഷൻസും അതിന്റെ എമോഷൻസും ചിന്തകളും വികാരങ്ങൾ ആ ഇൻഫർമേഷൻ ഫീൽഡിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഇസ്ലാമിക വശം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം അറിയാം, അല്ലേ? എന്താന്ന് പറഞ്ഞത്? ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു ഹീസ് ദ ഫസ്റ്റ് വൺ, ഹീസ് ദ ലാസ്റ്റ് വൺ, ഹീസ് ദ ബോട്ടം വൺ ആൻഡ് ഹീസ് ദ ടോപ്പ് വൺ. ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും, ഏറ്റവും മുകളിലും ഏറ്റവും അടിയിലും. ഏറ്റവും ആദ്യം ഏറ്റവും അവസാനം ടൈം. ഏറ്റവും മുകളിലും ഏറ്റവും അടിയിലും, ദാറ്റ് മീൻസ് സ്പേസ്. ടൈം ആൻഡ് സ്പേസ് ഫുള്ളായിട്ട് എന്താണ്? അള്ളാഹ്ക്ക് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹ്ക്ക് എല്ലാ കാര്യവും, അപ്പൊ എല്ലാ സമയത്തുള്ളതും എല്ലാ സ്പേസിലുള്ളതും, ഏത് സമയത്തുള്ളതും ഏത് സ്പേസിലുള്ളതും അറിയാം. ദാറ്റ് മീൻസ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത് റിലേറ്റീവാണ്. അതിങ്ങനെ, പക്ഷേ ടൈം ആൻഡ് സ്പേസ് ഇല്ലാത്തൊരു ലോകമല്ല.
ടൈം ആൻഡ് സ്പേസ് ക്യാൻ നെവർ ബി സീസ്. ഫിസിക്സിൽ എടുത്ത് പറയുന്ന പോയിന്റാ. സമയം സ്ഥലകാല സങ്കല്പം ഇല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. പക്ഷെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു ലോകത്തേക്ക് ടൈം ആൻഡ് സ്പേസിലൂടെ പോകാമെന്നർത്ഥം. അങ്ങനെ പോകുമ്പോഴാണ് ഇത് നമ്മൾ ഫോർത്ത് ഡയമെൻഷനിൽ നിന്ന് ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് പോകുന്നത് അല്ലേ. ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് പോകാമെന്ന്, ഫ്യൂച്ചറിൽ പോകാമെന്നൊക്കെയാണ് ഇവരുടെ സയന്റിസ്റ്റുമാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അള്ളാഹു ആയാലും. പക്ഷേ നാസയ്ക്ക് അത് ആ വിഷയത്തിൽ പിന്നെ ഫിഫ്ത്ത് ഡയമെൻഷനിൽ പോയാൽ എങ്ങനെ ഉണ്ടാകും എന്ന സയൻസ് ഫിക്ഷൻ പിന്നെ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്, ഫിലിം ഇറക്കിയിട്ടുണ്ട്. ഇന്റർസ്റ്റെല്ലർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. സയൻസ് ഫിക്ഷനാണ്. സയൻസ് കുറച്ച് ഫിക്ഷൻ, കുറച്ച് എന്താ പറയുക, ഫിക്ഷനും കൂട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അള്ളാഹു മുഹീത്താണ്. മുഹീത്ത് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും ചൂന്ന് നിൽക്കുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളിലും ചൂന്ന് നിൽക്കുന്നു എന്നതല്ല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ വസ്തുക്കളിലും ചൂന്ന് നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ വസ്തുക്കളിലും ചൂന്ന് നിൽക്കുന്നു. മാത്രമല്ല വറഹ്മത്തി വസിഅത കുല്ല ഷൈഇൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് സൂറത്ത് അറാഫിൽ 156, വറഹ്മത്തി, എൻ്റെ കാരുണ്യം, വസിഅത കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും ചൂന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വാണ്ടം ഫീൽഡിൽ ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നു. ആ ഇൻഫർമേഷനിൽ അതിന്റെ ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് ഏതാണ്? മേഴ്സി, കാരുണ്യം. പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും അള്ളാഹ്സ് മെർസി എൻകോംപാസസ് ആൾ തിങ്, റഹ്മത്തി വസിഅത കുല്ല ഷൈഇൻ. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ ക്വാണ്ടം തിയറിയിലെ ക്വാണ്ടം ഫീൽഡിൽ ഇൻഫർമേഷൻ ആണുള്ളത്. ആ ഇൻഫർമേഷനൊപ്പം അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. അതിൽ ആത്യന്തികമായി ഏറ്റവും കൂടുതലുള്ള എല്ലാ സ്ഥലത്തുള്ളത് ബേസിക്കലി അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, മേഴ്സി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പ്രവാചകൻ പറയാണ്, ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ അള്ളാഹു പറയുന്ന ഹദീസ്, അള്ളാഹ് പറയുന്നത് പോലെ പ്രവാചകൻ പറഞ്ഞതാണ് ഖുദ്സിയായിട്ടുള്ള ഹദീസ്. അതിൽ പറയാണ്, മൈ മേഴ്സി ഓവർ പവർ ആൾ മൈ ആങ്കർ. അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൻ്റെക്കാൾ കൂടുതൽ അള്ളാഹുക്ക് കാരുണ്യമാണുള്ളത്. സോ അള്ളാഹുവിൻ്റെ കാരുണ്യം. അപ്പോൾ പ്രപഞ്ചത്തിൽ ഈ ആറ്റത്തിലൂടെ അങ്ങോട്ട് പോയി അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന എനർജീസിലൂടെ പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്നത് എവിടെയാ? അറിവിൻ്റെ ലോകത്തേക്ക്, അറിവിൻ്റെ പ്രകാശം. യെസ്, അറിവ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രകാശമുണ്ട്. അറിവിനൊരു പ്രകാശമുണ്ട്. അത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇഫ് ദ നോളജ് ഹാസ് എ ഫിസിക്കൽ ഫോം, അറിവ് എന്ന് പറയുന്നതിന് ഒരു ഭൗതികമായ രൂപമുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ അപ്പിയറൻസ് ഓഫ് ദ സൺ ആൻഡ് മൂൺ. സൂര്യനും ചന്ദ്രനും തിളങ്ങുന്നതിനേക്കാൾ പ്രകാശം ഉണ്ടാകും അറിവ് തിളങ്ങുമ്പോൾ. അറിവ് എവിടുന്ന? നമ്മളറിവും എല്ലാ അറിവും എവിടുന്ന? അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ തിളക്കം അതാണ് നൂറ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, കേട്ടില്ലേ? ആകാശഭൂമിയുടെ പ്രകാശം അള്ളാഹു. ഈ നൂറ് എന്ന് പറഞ്ഞ സാധനം, നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം, സൂപ്പർ മോസ്റ്റ് പ്രകാശം, അത് അള്ളാഹുവിൻ്റെ പ്രകാശം. അതാണ് ഈ ക്വാണ്ടം ഫീൽഡിൽ ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ലൈറ്റ് ആണ് അൾട്ടിമേറ്റിലുള്ളത്. ഇപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച്, ഈ ഒരു മെഷീനെ കുറിച്ച് പറയാൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ വന്നതെന്നാ? അത് പ്ലാറ്റോ പറഞ്ഞതുപോലെ നോളജ് ഈസ് ദ ഫുഡ് ഓഫ് ദി സോൾ. അതാണ് പ്ലാറ്റോ എന്താ പറഞ്ഞത്? അറിവാണ് ആത്മാവിൻ്റെ ഭക്ഷണം. അതുകൊണ്ട് ഈ അറിവ് ആത്മാവിലേക്ക്, ആ അറിവിൻ്റെ പ്രകാശം ആത്മാവിലേക്ക് ടച്ച് ആകുമ്പോൾ ആത്മാവിൻ്റെ പ്രകാശവും വളരും. അങ്ങനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഈ മെഷീൻ എന്ത് റോളുള്ളത് വിശദീകരിക്കാം. സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അപ്പം ഇങ്ങനെ ഈ അവസാനം പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ എല്ലാം കൂടിയ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്, എല്ലാ ആത്മാവുകളുടെ പ്രവർത്തന മേഖല മണ്ഡലമായ ഒരു ഒറ്റ സാധനമുണ്ട്, ഉനുസ് മുണ്ടുസ്. ഉനുസ് മുണ്ടുസ് എന്നതിന് വെച്ചത് കാളിച്ചങ്ങ് പറയണേ, ഇഫ് ദ ഫൈനൽ അനാലിസിസ് ദ ഐഡിയ ഓഫ് ഉനുസ് മുണ്ടുസ്, വൺ വേൾഡ്, ഒരൊറ്റ ലോകം, ഈസ് ഫൗണ്ടഡ് on the assumption of the multiplicity of the empirical world rest on an underlying unity. Everything divided and different belong to one and the same world. എല്ലാ അള്ളാഹുവിൻ്റെ വലിയ ഒരു പ്രപഞ്ചത്തിൻ്റെ മലക്കൂത്ത് സമാവാതി വൽ അർദിൻ്റെ ഒരു ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സിൻ്റെ, അതിന് പല കൾച്ചറിലും പല പേര് വിളിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ആ ഒരൊറ്റ ലോകമാണ്, ഒരു ലോകമാണ്. ആ ലോകത്തിൻ്റെ വ്യത്യസ്തമായ വെള്ളത്തുള്ളികളെ, ഒരു മഹാസമുദ്രത്തിലെ വെള്ളത്തുള്ളികളാണ് നമ്മളൊക്കെ. ആ വലിയ മഹാസമുദ്രത്തിലെ വെള്ളത്തുള്ളികളാണ് നമ്മളൊക്കെ. ഇതാണ്
ഉനുസ് മുണ്ടുസ് എന്ന് വിളിക്കുന്ന പ്രിമോഡിയൽ യൂണിഫൈഡ് റിയാലിറ്റി ഫ്രം വിച്ച് എവറിത്തിങ് ഡ്രൈവ്സ്. എല്ലാ സാധനവും പുറത്തേക്ക് വരുന്ന ഒരു അൾട്ടിമേറ്റ് അള്ളാഹുവിൻ്റെ കർമ്മ പദ്ധതിയെ, ഖദറിൻ്റെ ലോകം, ഖദറിൻ്റെ ലോകം, ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, ലൗഹുൽ മഹ്ഫൂദ്, ആകാശിക റെക്കോർഡ്, ദ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ് എന്ന് വിളിക്കുന്ന ആ സംഗതിയാണ്. അതിൽ നിന്നുണ്ടാകുന്ന സംഗതികളാണ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെ എത്തി? അൾട്ടിമേറ്റ് ദ പവർ ഓഫ് ദി കളക്റ്റീവ് അൺകോൺഷ്യസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അത് നമ്മളെ മൈൻഡിലേക്ക് ടച്ചാണ്. കാരണം നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആളുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാനസിക ഈ ഒരു ലോകത്തിലൂടെ ആളുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഈ എന്താ പറയുക, മെന്റലിസ്റ്റുകളൊക്കെ മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ പിന്നിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടെലിപ്പതിയൊക്കെ ഒരാൾ വിചാരിക്കുന്ന അപ്പുറത്ത് മറ്റേയാളും വിചാരിക്കുന്നു, ഇയാൾ ചിന്തിക്കുന്നതിനനുസരിച്ച് അയാൾ ചിന്തിക്കുന്നു പോലുള്ള ടെലിപ്പതി കണക്ഷൻസ് ഒക്കെ എന്താ, നമ്മളെല്ലാവരും അൺകോൺഷ്യസ് വേൾഡിൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ സോഷ്യൽ, നമ്മളെ ആളുകളുമായിട്ടുള്ള ബന്ധം, അതിനെപ്പറ്റി പ്രപഞ്ചമായിട്ടുള്ള ബന്ധം, ഇതാണ് ഈ ഒരു സർക്കിൾ. ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇത് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാവും. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന കൗൺസിലിംഗ് പോലുള്ള സംഗതികൾ എളുപ്പമാവും. അതുകൊണ്ട് ആത്മാവും അതിൻ്റെ പ്രകാശവും എൻ്റെ ചിന്തയിലും എൻ്റെ വിശ്വാസ വിചാരങ്ങളിലും ഉണ്ടാകും. അതാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അതാണ് എൻ്റെ സാമൂഹിക ലോകത്ത് പ്രതിഫലിക്കുന്നത്, അതാണ് എൻ്റെ പ്രപഞ്ച ജീവിതത്തിലെ ജീവിത വിജയപരാജയങ്ങളുടെ നിദാനം. അതിന് ഒരു മെറ്റാഫിസിക്കൽ വേൾഡ് ഉണ്ട്, ഒരു ഫിസിക്കൽ വേൾഡ് ഉണ്ട്. അടിയിലേക്ക് കാണുന്ന ഫിസിക്കൽ വേൾഡും മുകളിൽ കാണുന്ന ഗൈബിയായ സ്പിരിച്വൽ മെറ്റാഫിസിക്കൽ ഒരു സബ്റ്റിൽ വേൾഡ്. അതുകൊണ്ട് മുകളിലുള്ളതാണ് അടിയിൽ സംഭവിക്കുന്നത്. മുകളിൽ സംഭവിക്കുന്ന സംഗതികൾ അടിയിൽ ഫ്രീക്വൻസി കുറഞ്ഞതായ ലോകത്ത് നമ്മളിങ്ങനെ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അറിയുന്നു. പക്ഷെ ഇതേ സാധനം ഇതിൻ്റെ മറ്റൊരു ലോകത്തല്ല, ഇവിടെ തന്നെ ഇതിൻ്റെ ഗൈബിയായ ലോകത്ത് സബ്റ്റിൽ വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ രണ്ട് ലോകത്തിലേക്കും ഒരുമിച്ച് ഉള്ളതാണ് ഇത് ശരിക്കും നോക്കുക. ഈ ആറ്റത്തെക്കുറിച്ചൊക്കെ മിസ്കാല മീൻസ് അളവ് തൂക്കം, അല്ലെങ്കിൽ അത്രയും സൈസ്. ദർറത്തിൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ട്, ഇതിലും കാണാം. ദർറത്ത് എന്താണ്? അത് ഏറ്റവും ചെറിയതായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് പിന്നെ മിസ്കാല ഹബ്ബത്തി എന്ന് പറയും ചിലടത്ത്. ഹബ്ബത്തി എന്ന് പറഞ്ഞൊരു കുരു, അത് കടുകുമണി. അപ്പോൾ ഈ കടുകുമണിയോളം. അപ്പോൾ പ്രവാചകന്റെ കാലത്തൊക്കെ ചെറിയതായിട്ട് കാണുന്ന സാധനം ഇപ്പോൾ കടുകുമണിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കടുകുമണി എന്നൊക്കെ പറയും. മിസ്കാല ഹബ്ബത്തി എന്ന് പറഞ്ഞാൽ കടുകുമണിയോളം അല്ലേ, ഒരു കടുകുമണിയോളം ഉണ്ടെങ്കിൽ കടുകുമണിയോളം. ഇപ്പോൾ കടുകുമണിയൊക്കെ വിട്ടിട്ട് അതിലേറെ ചെറിയ സാധനങ്ങൾ കണ്ടില്ല, ആറ്റം. അതുകൊണ്ട് നോക്കുക ട്രാൻസ്ലേഷനിൽ കൊടുക്കുക, ഈവൺ ആൻ ആറ്റം വെയിറ്റ്, ഒരു ആറ്റത്തിൻ്റെ തൂക്കം പോലും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അളവ് ഏറ്റവും ചെറിയത് മനുഷ്യന്മാർക്ക് സാധാരണ പറയാൻ പറ്റുന്ന ഒരു ആറ്റം 1970 വരെയൊക്കെ ആറ്റം വിഭജിക്കാൻ പറ്റൂല എന്നായിരുന്നു. അതിന് 70 ശേഷം ആറ്റം വിഭജിക്കാം അല്ലേ. പിന്നെ അതിന് അങ്ങനെയുള്ള നമ്മളെ ന്യൂക്ലിയർ സയൻസ് എല്ലാം എന്താ പറയുക, പിന്നെ എനർജി പവേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുത്തത്. സോ പറഞ്ഞിരുന്നത് ഇപ്പം ഖുർആനിൽ പോലും പറയുന്നതാ മിസ്കാല ദർറത്തിൻ ഫിൽ അർളി വല ഫിസ്സമായി വല അസ്ഗറ മിൻ ദാലിക വല അക്ബറ. ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ എന്നാൽ അതിലേറെ ചെറുതുണ്ട്, അതിലേറെ വലുതുണ്ട് എന്നുള്ള സൂചന ഖുർആനിലുണ്ട്. ഇപ്പം ആറ്റം എന്ന് വെച്ചാൽ തന്നെ ആറ്റത്തിന് അടിയിൽ വേറെ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയിലുണ്ട്. എന്താ? വല അസ്ഗറ, അതിലേറെ ചെറുതോ, വല അക്ബറ, അതിലേറെ വലുതോ. അപ്പൊ ഇതൊരു 2 ഡയമെൻഷനിലേക്ക് സൂചന നൽകിയിട്ടുള്ള പ്രയോഗമാണ്. മനസ്സിലല്ലേ? ഇതെന്തില്ല, ഇതൊന്നും ഇത്ര എന്ത് സംഭവിക്കോട്ടെ, അപ്പൊ ആറ്റത്തിന്റെ അത്ര ഉള്ളതായിക്കോട്ടെ, അതിലേറെ വലുതോ അതിലേറെ ചെറുതോ, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ ഇല്ലാതെയില്ല. ദാറ്റ് മീൻസ് ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ ഉണ്ടതെല്ലാം. അതേതാ? അതാണ് അള്ളാഹുവിന്റെ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, കർമ്മ പദ്ധതി, ആകാശിക റെക്കോർഡ്, ലൗഹുൽ മഹ്ഫൂദ്, അതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസ്, ഒരു കോൺഷ്യസ് എന്താ പറയാ, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഒക്കെ പറഞ്ഞ യൂണിവേഴ്സൽ ലൈബ്രറി പല പേരിലും പലരും വിളിച്ചിട്ടുണ്ട് ഈ സാധനം. ഓക്കെ, മാത്രമല്ല പരിശുദ്ധ ഖുർആന് ഇപ്പം നമ്മൾ പറഞ്ഞില്ല അറിവാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. ആ അറിവിനെ കുറിച്ച് എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹ് ക്രിയേറ്റഡ് ദ പെൻ ഫസ്റ്റ്. അള്ളാഹ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്താ? പേന. പേന എന്തിനാ സൃഷ്ടിക്കുക? പേന എന്തിനാ ഉപയോഗിക്കുക? എഴുതാൻ. എന്ത്? അറിവ്. അറിവ് എഴുതാനല്ലേ പേന ഉപയോഗിക്കുക. അറിവ് പരസ്പരം കൈമാറാനല്ലേ പേന ഉപയോഗിക്കുക.
അറിവ് കൈമാറാൻ ഉപയോഗിക്കുന്ന സാധന പേന, അറിവ് വ്യക്തമാക്കാനാണ് ഉപയോഗിക്കുന്ന സാധന പേന. അതുകൊണ്ട് ആദ്യമായി അള്ളാഹ് സൃഷ്ടിച്ച പേന. ഐ ഹിയർ ദി മെസ്സേജ് ഓഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദി ഫസ്റ്റ് തിങ് അള്ളാഹ് ക്രിയേറ്റഡ് വാസ് പെൻ. അള്ളാഹ് ആദ്യം സൃഷ്ടിച്ച പെന്നാണ്. പിന്നെ അതിനോട് എന്ത്, റൈറ്റ് ഇറ്റ്, എഴുതെന്ന് പറഞ്ഞു. അതെല്ലാം എഴുതി. എന്ത്? പിന്നെ അള്ളാഹുവിൻ്റെ ഡിക്രീഡ്, അള്ളാഹ് വിധിച്ച എല്ലാ സംഗതികളും. ആ എന്താണ് അത്? എല്ലാ അറിവും അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ നിയ്യത്തും അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഗതി ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എഴുതി എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ എഴുതിയത് എടുത്തുവെച്ചതുപോലെയല്ല. അത് ഡിക്രീഡായ, അത് ക്രിയേറ്റഡായ, അത് വലിയ ഒരു ഒരു പ്രോഗ്രാമായിട്ട്, ഒരു ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ് ആയിട്ട് അത് സൃഷ്ടിച്ചു. ആ സാധനത്തിൻ്റെ പവറാണ് ഏറ്റവും വലിയ പവർ. അവിടേക്കാണ് നമ്മളിങ്ങനെ സംസാരിച്ച അതാണ് നൂറ്. അവിടെ ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവാണ് ഇപ്പോൾ ഈ ക്വാണ്ടം ഫീൽഡ് തിയറി കൂടെ പോയിട്ട് അവിടെ അറിവാണുള്ളത്, അതിൻ്റെ ഗുണങ്ങളാണുള്ളത് പാരാസൈക്കോളജി പറഞ്ഞ. അതിൻ്റെ നിത്യജീവിതത്തിൽ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമുലയിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം പെട്ടെന്ന് തീർക്കാൻ പറ്റും. സോ ഗ്രാൻഡ് സ്കീം ഓഫ് അഫയേഴ്സ്, ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, അള്ളാഹുവിൻ്റെ വലിയ കർമ്മ പദ്ധതിയിലൂടെ. അതിനെ വിളിക്കുന്ന പേര് ഇസ്ലാമിൽ കിതാബ് മുബീൻ എന്ന് വിളിക്കും. ജൂദായിസത്തിൽ അതിനെന്താ ദ ബുക്ക് ഓഫ് ലൈഫ് എന്ന് വിളിക്കും. ക്രിസ്ത്യാനിറ്റിയിൽ ബുക്ക് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നുണ്ട്. അത് ബൈബിളിൽ പിന്നെ വെളിപാട് പുസ്തകത്തിൽ 20:12 പറയുന്നുണ്ട്. ഹിന്ദുസത്തിൽ അതിനെ ആകാശിക് റെക്കോർഡ് എന്ന് വിളിക്കും. ബുദ്ധമതത്തിൽ അതിനെ സ്റ്റോർ ഹൗസ് ഓഫ് കോൺഷ്യസ്നസ് വിളിക്കും. സിഖ് മതത്തിൽ അതിനെ ഹുക്കം, ഡിവൈൻ ഓർഡർ എന്ന് വിളിക്കും. അതുപോലെ ആൻഷ്യന്റ് ഈജിപ്തിലെ ദ ബുക്ക് ഓഫ് തോത്ത്, ഹാൾ ഓഫ് റെക്കോർഡ്. ഹാൾ, വലിയൊരു ഹാള് മേഖല, ഒരു ഏരിയ ഓഫ് റെക്കോർഡുകളുടെ ഏരിയ. ആൻഷ്യന്റ് ഗ്രീസിലെ ദ ബുക്ക് ഓഫ് ഫെയ്റ്റ്, വിധിയുടെ ബുക്ക് എന്ന് പറയും. ആൻഡ് സൗരാഷ്ട്രത്തിൽ റെക്കോർഡ് ഓഫ് റഷ്ണു എന്ന് വിളിക്കും. സൂഫിസത്തിലെ ലോഹുൽ കൽബ് എന്ന് വിളിക്കും. ലോഹുൽ കൽബ് അതായത് ദ ടേബിൾ ഓഫ് ഹേർട്ട് സൂഫികൾ. അതുപോലെ നോർത്തേൺ അമേരിക്കൻ കൾച്ചറിൽ അതിനെന്ത് ചെയ്യുന്നു, പിന്നെ സാക്രഡ് എർത്ത് റെക്കോർഡ് എന്ന് വിളിക്കുന്നു. ചൈനീസ് ഇതിൽ എന്ത് ചെയ്യുന്നു, ഹെവൻലി ബുക്ക് എന്ന് വിളിക്കുന്നു. ജാപ്പാനീസിൽ ഇതിൻ്റെ റെക്കോർഡ് ഓഫ് ആൻഷ്യന്റ് മാറ്റേഴ്സ്, പഴയകാല സംഭവങ്ങളുടെ റെക്കോർഡ് എന്ന് വിളിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എവരി കൾച്ചർ, ലോകത്തുള്ള എല്ലാ മതങ്ങളിലും കൾച്ചറിലും പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് വലിയൊരു ഗ്രേറ്റ് റെക്കോർഡ്, വലിയൊരു ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ അതിലെന്താ ഉള്ളതെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതിൽ അറിവ്, ആ അറിവുകളുടെ ഗുണം, അങ്ങനെ വേറെ കുറേ കൾച്ചറിൽ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ മെറ്റാഫിസിക്കൽ അതിനെ വിളിച്ചത് ക്വാണ്ടം ഫീൽഡ്, ക്വാണ്ടം ഇൻഫർമേഷൻ ഫീൽഡ്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന അറിവുകളും ആ അറിവുകളുടെ ഗുണങ്ങളും അതിലുള്ള എല്ലാ സംഗതികളും, അതാണ് ഏറ്റവും വലിയ പവർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എന്തിനാ പോയത്? ഇനി കണക്റ്റഡ്നെസ്, നമ്മൾ അതിൻ്റെ ഭാഗമായതുകൊണ്ട്, നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു കണക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞേ. ഇത്ര വലിയ സയന്റിസ്റ്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിഷേധിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. നമ്മുടെ നാട്ടിൽ ആരാതൊക്കെ നിഷേധിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ട. ഓക്കെ, അപ്പോൾ അവരെ കൊണ്ടൊന്നും തൊടാൻ കഴിയില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഹ്യൂമൻ ബീയിങ് ഈസ് എ പാർട്ട് ഓഫ് ഹോൾ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു ഹോൾ, വലിയൊരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. കാൾഡ് ബൈ ആസ് എ യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് വിളിക്കുന്ന ഒരു വലിയ സംഗതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ. എ പാർട്ട് ലിമിറ്റഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസിൽ ലിമിറ്റായ ഒരു സാധനമാണ് മനുഷ്യൻ. ഹി എക്സ്പീരിയൻസ് ഹിംസെൽഫ്, അവനെ തന്നെ തോന്നുന്നു. ഹിസ് തോട്ട്സ്, അവൻ്റെ ചിന്തയും, ഹിസ് ഫീലിങ്സ്, അവൻ്റെ വികാരങ്ങളും, ആസ് സംതിങ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ്. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാനും എൻ്റെ ചിന്തയും എൻ്റെ വികാരങ്ങൾ എന്ന് അവൻ വിചാരിക്കുന്നു. എ കൈൻഡ് ഓഫ് ഓപ്റ്റിക്കൽ ഡിലൂഷൻ ഓഫ് ഹിസ് കോൺഷ്യസ്നസ്. അത് ഒരു ഊഹം മാത്രമാണ്. അതൊരു ഓപ്റ്റിക്കൽ മീൻസ് ഒരു എന്താ പറയുക, ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ പ്രകാശപരമായ, അതായത് ഒരു മായ, അതാണ് പ്രകാശം. ഒപ്റ്റിക്കൽ മായ, മിഥ്യാധാരണ എന്താ പറയില്ലേ, മിഥ്യാധാരണ, ഒരു ശരിയല്ലാത്ത ധാരണ, ഒരു മായ, ഒരു തോന്നലാണ്, അവൻ്റെ തോന്നല ശരിയല്ല. ദിസ് ഡിലൂഷൻ ഈസ് എ കൈൻഡ് ഓഫ് പ്രിസൺ. അവനെ ഒരു ജയിലാണത്. അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവന് പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. റെസ്ട്രിക്റ്റിംഗ് അസ് our personal desire to affection for a new person nearest to us. അങ്ങനെ പരസ്പരം മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധത്തിൽ നിന്ന് മറ്റു ആളുകളുമായിട്ടുണ്ടാകുന്ന ബന്ധത്തിൽ നിന്ന് ഞാൻ വേറെയാണ്, മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന തോന്നൽ അവനെ ഒറ്റപ്പെടുത്തുന്നു. അവർ ടാസ്ക് മസ്റ്റ് ബി ടു ഫ്രീ അവർ സെൽഫ് ഫ്രം ദിസ് പ്രിസൺ. ഈ ജയിലിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അങ്ങനത്തെ ബൈ വൈഡനിങ് അവർ സർക്കിൾ ഓഫ് കമ്പാഷൻ ആൻഡ്
എംബ്രേസ് ആൾ തിങ്സ്, എല്ലാ വസ്തുക്കളെയും പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അതിൻ്റെ ബ്യൂട്ടിയെയും അംഗീകരിക്കുകയും അതിനോട് കമ്പാഷൻ നോക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കിൽ കമ്പാഷൻ, കാരണം ഞാൻ പറഞ്ഞു മേഴ്സിയാണ്. പ്രപഞ്ചത്തിൽ മേഴ്സി കാരുണ്യം, സ്നേഹം, അനുകമ്പ, എന്താ പറയുക, മേഴ്സി, കമ്പാഷൻ, സിമ്പതി, എമ്പതി എന്നൊക്കെ പറഞ്ഞ സാധനം എല്ലാം കാരുണ്യമാണ്. അതുകൊണ്ട് കമ്പാഷൻ, പലപ്പോഴും ആളുകൾ പറയും പ്രപഞ്ചവുമായിട്ട് നമ്മുടെ ബന്ധം എന്താ? കമ്പാഷൻ, അനുകമ്പയാണ്. അല്ലെങ്കിൽ ലവ്, സ്നേഹം, കാരുണ്യം. പ്രപഞ്ചവുമായിട്ട് നമുക്ക് കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ബന്ധം, അതാണ് അതിൻ്റെ ഒറിജിനൽ സെറ്റിംഗ് അതാണ്. ഇതാണ് സയൻറ്റിസ്റ്റുമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കണക്റ്റഡാണ്. ആ കണക്റ്റിനെയാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയും. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ അതിവിദൂരത്താണെങ്കിലും രണ്ട് വസ്തുക്കൾ പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നിനെ കുറിച്ച് വിവരിക്കണമെങ്കിൽ മറ്റേതിനെ കുറിച്ച് വിവരിച്ചാലേ പറ്റൂ. ഒന്നിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നോ അത് പുറത്തുണ്ട്. അതിവിദൂരത്താണെങ്കിലും അത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിവിദൂരത്തുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ മറ്റു ലോകവും. ഇപ്പം നമ്മൾ മലക്ക് ലോകമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ ജിന്നു ലോകമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ മനുഷ്യലോകമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ യൂണിവേഴ്സായിട്ട് ബന്ധമുണ്ട്. സോ നമ്മളൊരു വലിയ കർമ്മപദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ലെവലിലേക്ക് നമ്മൾ ബന്ധപ്പെട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ലൈഫ് കോച്ചിങ്ങിലൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾ അള്ളാഹുവേ എനിക്ക് സ്വർഗം കൊണ്ടാ, അള്ളാഹു മാത്തിനൽ ജന്ന, അള്ളാഹു മാത്തിനൽ ജന്ന, അള്ളാഹു മാത്തിനൽ ജന്ന എന്ന് 3 തവണ ചോദിച്ചാൽ ആ സ്വർഗം അള്ളാഹുവിനോട് പറയും എത്ര? ഇപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതാ, കളവാണെന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയില്ല. പ്രവാചകൻ പഠിപ്പിച്ചതാ, സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് ആ സ്വർഗം ഇപ്പോൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ആ മനുഷ്യനെ എനിക്ക് വേണം. ഇപ്പൊ നമ്മളിത് പറഞ്ഞാൽ ഉടനെ സ്വർഗം പറയണത്രേ. അപ്പോൾ ആ ബന്ധം നോക്കുകൾ. അപ്പൊ സ്വർഗ്ഗലോകത്തേക്ക് കണക്റ്റഡാ, നരകലോകത്തേക്ക് കണക്റ്റഡാ. നരകം വേണ്ടെന്ന് പറഞ്ഞ് നരകം പറയും, അള്ളാഹു എനിക്ക് വേണ്ട, അവൻ എന്നെ വേണ്ടെന്നാ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയത്രേ. അപ്പൊ ഇങ്ങനെ വി ആർ ആൾ കണക്റ്റഡ് ടു ഡിഫറെന്റ് യൂണിവേഴ്സ്. ഇതിനാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന് പറയുക. ആൻഡ് ഇങ്ങനെ ഈ കണക്ഷൻ എങ്ങനെയാ? ആ കണക്ഷൻസിനെ വിശദീകരിച്ചതാണ് കാൾ ജങ്. അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താ അറിയോ? The collective unconscious comprises in itself the physic life of our ancestors right back to the earliest beginning. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ തന്നെ നമ്മുടെ പൂർവികർ ജീവിച്ച അവരുടെ ആത്മാവിൽ നിന്നുണ്ടാകുന്ന എന്താ പറയാ എഫക്റ്റുകൾ, സൈക്കിക്, അവരുടെ റൂഹുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ എഫക്റ്റുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടപ്പോൾ ശാസ്ത്രം പറയുന്നത്, ശാസ്ത്രത്തിൻ്റെ ക്ലെയിം ചെയ്യുന്നത് അവർക്ക് പ്രവാചകന്റെയും മൂസാ നബിയുടെയും ഒക്കെ ശബ്ദങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന മൈക്രോ കറണ്ട് ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പ്രവാചകന്റെ ഈസാ നബിയുടെയൊക്കെ യേശു ക്രിസ്തുവിൻ്റെയൊക്കെ പഠനങ്ങളെ ആ വോയിസ് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. പിടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചത്തിൽ, അപ്പോൾ ഇറ്റ് ഈസ് ദ മാട്രിക്സ് ഓഫ് ആൾ കോൺഷ്യസ് സൈക്കിക് ഒക്കറൻസ്. അപ്പോൾ എല്ലാ സൈക്കിക് ഒക്കറൻസിൻ്റെയും നമ്മൾ ചിന്താപരമായ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കളക്റ്റീവ്, ഒരു മനുഷ്യപ്രപഞ്ചത്തിലേക്ക്, മനുഷ്യന്മാരുടെ ആത്മീയ പ്രപഞ്ചത്തിലേക്കുള്ള കണക്ഷൻസ് ഉണ്ട്, മനുഷ്യൻ്റെ മൈൻഡ് ലോകത്തേക്കുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതാണ് കാൾ ജങ് ഇതിനെ വിളിച്ചത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചു. അതിനെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു അൺകോൺഷ്യസ്, നമ്മൾ അബോധ മനസ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചു, പേഴ്സണൽ അൺകോൺഷ്യസും അതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസും. പേഴ്സണൽ കോൺഷ്യസ് ഞാൻ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ആത്മാവിലുള്ള എൻ്റെ ഒരു ഏരിയ, അതിനാണ് പേഴ്സണ. കളക്റ്റീവ് പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് വിളിച്ചത്. അതിനപ്പുറത്ത് ഞാൻ തന്നെ ഒരു പ്രപഞ്ചത്തിന്റെ വലിയ എല്ലാവരുടെയും അൺകോൺഷ്യസ് വേൾഡിലേക്ക് കണക്റ്റഡ് ആണ്. അതിനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിച്ചത്. ഇതൊക്കെ നമുക്ക് യഥാർത്ഥമായ തൗഹീദുള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. തൗഹീദുള്ള ആളുകൾക്ക് ശരിയായതിനെ ശരിയായിട്ട് മനസ്സിലാക്കാനും ശരിയല്ലാത്തതിനെ ശരിയല്ലാത്തതായിട്ട് മനസ്സിലാക്കാനുള്ള കഴിയുണ്ടാവും. അതാണ് ഒരു ഫുർഖാൻ അവർ ഉപയോഗിച്ചിട്ടില്ല. അത് തൗഹീദിന്റെ പ്രത്യേകത അതാണ്. ക്ലിയർ ശരിയായ തൗഹീദിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, സോ ആൽബർട്ട് ഐൻസ്റ്റീൻ വീണ്ടും പറയാം, ഇൻട്യൂഷൻ എന്നാൽ എന്താ? മറ്റു നമ്മളുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത പല അറിവുകളും പല തോന്നലുകളും നമുക്ക് വരികയും അത് യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. നമ്മുടെ ജീവിതമായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിവ് കിട്ടാത്ത ചില സംഗതികൾ, വിഷയത്തെക്കുറിച്ചോ ചിന്തയെക്കുറിച്ചോ ഫീലിങ്സിനെ കുറിച്ചോ നമുക്ക് തോന്നുന്നു, അത് യാഥാർത്ഥ്യമായി പുലരുകയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നു.
ഇതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മൂല്യന്മാരൊക്കെ എന്താ ഷിർക്കാണോ കശ്ഫ് ഷിർക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കശ്ഫ് ഷിർക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. യു ക്യാൻ ഫോർഗെറ്റ് അബൌട്ട് ദം. അവരെ മറക്കാനേ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ആൽബർട്ട് ഐൻസ്റ്റീൻ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഐ ബിലീവ് ഇൻ ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. ഞാൻ ഇൻറ്റ്യൂഷനിലും ഇൻസ്പിറേഷനിലും വിശ്വസിക്കുന്നു. ഇമാജിൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. അറിവിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് ഇമാജിനേഷനാണ്. നോളജ് ഇസ് ലിമിറ്റഡ്. നോളജ് ലിമിറ്റഡാ. എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്ന അറിവ് അത് ബുദ്ധിപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അറിവ് കൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്തയിടത്തേക്ക് സങ്കല്പം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റും. അറിവ് കൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്തയിടത്തേക്ക് സങ്കല്പം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റും. മനസ്സിലുണ്ടല്ലോ? അതങ്ങനെയാണ് നമ്മൾ പരലോക വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പരലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടാണോ? അല്ല. അപ്പം ആ ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആ പരലോകത്തിന് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നത്. അതെ. അപ്പൊ ഇമാജിനേഷനാ. ആ ഇമാജിനേഷൻ അല്ലേ അള്ളാഹ് നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തന്നത്. ആ അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞാലും അപ്പോൾ ഒരു ഇമാജിനേഷൻ നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അള്ളാഹ് അവിടെ ഉപയോഗിച്ചത് ട്രാൻസ്ജെൻഡർ സൈക്കോളജിയാണ്. ട്രാൻസ്ജെൻഡർ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അവിടെ ആ ആത്മാവിൽ അതിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുകയും ആ മീനിങ്ങിൽ നിന്നൊരു ഇമാജിനേഷൻ വരുന്ന രീതിയിൽ. മനുഷ്യന്മാർക്ക് ഇമാജിൻ ചെയ്യാത്ത അള്ളാഹിനെ കുറിച്ച് അള്ളാഹിൻ്റെ അസ്മാവുളെ സിഫാത്തെ മാത്രമേ ഉള്ളൂ. അസ്മാവുളെ സിഫാത്തെ കുറിച്ച് പഠിക്കാം. പക്ഷെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ എസെൻസിനെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. എല്ലാം ബാക്കിയെല്ലാം ചെയ്യും. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നരകത്തിൻ്റെ ആഴത്തെക്കുറിച്ചും സ്വർഗത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് ഖുർആനിലൂടെ നീളമുള്ളത്. അതുകൊണ്ട് അതുവഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അറിയാത്ത ലോകത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഇമാജിനേഷൻ ഉള്ളത് കൊണ്ടാണ്. സോ അതുകൊണ്ട് ദ ഇന്റലക്ട് ഹാസ് എ ലിറ്റിൽ ടു ഡു ഓൺ ദ റോഡ് ഓഫ് ഡിസ്കവറി. ദർ കംസ് ദ ലീപ്പ് ഇൻ കോൺഷ്യസ്നസ് ഇറ്റ് കാൾ ഇൻറ്റ്യൂഷൻ. ആൻഡ് അപ്പോൾ നമ്മളെ ഡിസ്കവറി കൊണ്ട് അല്ല നമ്മൾ എത്തുന്നത്, ഇൻറ്റ്യൂഷൻ കൊണ്ടാണ് നമ്മൾ ഡിസ്കവറി മുന്നോട്ട് നീങ്ങുക. നമ്മളെ പഠനങ്ങൾ മുന്നോട്ട് നീങ്ങുക. വെറും പഠനങ്ങളല്ല, ആ പഠനങ്ങളെ പിന്നിൽ നമ്മളെ പ്രചോദനം തരുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഇൻറ്റ്യൂഷൻസ്, സൈക്കിക് ഇൻറ്റ്യൂഷൻസ്, കശ്ഫ് റഹ്മാനിയ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് കാൾചൻ. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നു. അപ്പോൾ ഈ മനുഷ്യന്മാർ പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഒരാൾ വിചാരിക്കുന്നത് ലോകത്ത് ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്നതിനാണ് സിങ്ക്രോണിസിറ്റി. യാദൃശ്ചികം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷെ അദ്ദേഹം പറയും വെറും യാദൃശ്ചികമല്ല, അത് മീനിങ് ഫുൾ കോയിൻസിഡൻസ് ആണ്. അതെന്തോ ഒരു അർത്ഥവത്തായ ചില അർത്ഥങ്ങളുണ്ട് ഈ യാദൃശ്ചികത്തിന്. അതാണ് അദ്ദേഹം പറയുന്നത്. സിങ്ക്രോണിസിറ്റി ഈസ് ആൻ എവർ പ്രസന്റ് റിയാലിറ്റി ഫോർ ദോസ് ഹൂ ഹാവ് ഐസ് ടു സീ. കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന, മീൻസ് ഈ കണ്ണുകൊണ്ടല്ല, നോക്കിക്കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ, ബുദ്ധിയുള്ള ആളുകൾ, അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന സാധനമാണ് സിങ്ക്രോണിസിറ്റി. ഒരു യാദൃശ്ചികത്വം ലോകത്ത് സംഭവിക്കുമ്പോൾ അതൊരു മീനിങ് ഫുൾ യാദൃശ്ചികത്വമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. കണ്ണുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിങ്ക്രോണിസിറ്റി ഈസ് ആൻ അക്കാഷ്വൽ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ ദ മീനിങ് ഫുൾ കോയിൻസിഡൻസ് വിച്ച് അപ്പിയേഴ്സ് ബിറ്റ്വീൻ മെന്റൽ സ്റ്റേറ്റ് ആൻഡ് ദി എക്സ്റ്റേണൽ ഈവന്റ് ഓക്കറിംഗ് ദ വേൾഡ്. പ്രപഞ്ചത്തിൽ ഒരു ഭൗതിക പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു വിഷയവും ഒരാളുടെ സ്റ്റേറ്റിൽ മനസ്സിലുണ്ടാകുന്ന സംഗതിയും ഒത്തുവരുന്നതാണ് സിങ്ക്രോണിസിറ്റി. ഓക്കെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സോ നമുക്ക് ഈ ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നീട് റെക്കോർഡ് ചെയ്യും. ഓക്കെ.